അവൻ്റെ യൗവനം അവൻ്റെ സന്തോഷമൊക്കെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് സത്യത്തിൽ പി അജേഷ്. സ്ത്രീധനം വാങ്ങുന്നതൊരു തെറ്റാണ് എന്ന് പറയുമ്പോൾ കൊടുക്കുന്നതൊരു തെറ്റാണ് എന്ന് പറയാൻ മറന്നു പോകാറുണ്ട്. ഈ പള്ളിയിലച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനെ ആഗ്നസേ ഇതിനൊക്കെ ഒരു വ്യവസ്ഥയില്ലേ ആഗ്നസേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് പിന്നെ ആഗ്നസ് പറയുന്നുണ്ട് ആ വ്യവസ്ഥയൊക്കെ ഒരവസ്ഥ വരെയുള്ള അച്ഛൻ. പിന്നെ അച്ഛൻ അത്രയും ദണ്ണം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് കൊണ്ടുവന്ന് വെച്ച സ്വർണ്ണം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. കർത്താവൻ എന്തിനാ അയച്ചു പിന്നെ സ്വർണം. അജേഷ് വില്ലൻ തന്നെയാണ്. അജേഷിന് വില്ലൻ ഇതുണ്ട്. അതുപോലെ തന്നെ മരിയാനോയിൽ ആ പാവത്തരവും എല്ലാം ഉണ്ട്. പക്ഷെ ബേസിൽ ഈ പുസ്തകവും വെച്ചിട്ട് ഇതിന് ഏതെങ്കിലും നല്ല ഡയലോഗ്സ് പോയിട്ടുണ്ടോ, സ്ക്രിപ്റ്റിൽ പോയിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് പുള്ളി അതല്ലാത്ത സമയങ്ങളിലെല്ലാം അടിവരയിട്ടും സ്ക്രിപ്റ്റ് നോക്കിയും ഇത് ചെയ്തും ചില സാധനങ്ങൾ തിരിച്ചെടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്തതാണ്. ടെറർ ബ്രൂണോ എന്ന് പറയുന്ന സഖാവ് ബ്രൂണോയുടെ കഥാപാത്രം സ്റ്റെഫി എന്തുകൊണ്ടാണ് പിന്നെ 32 വയസ്സ് വരെ കണ്ട് അവർക്ക് സ്വന്തമായി ജോലിക്ക് പോക്കൂടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അവിടെ ഈ സ്വർണം എന്ന് പറയുന്നുള്ള ഈ ലോഹം അഫോർഡബിൾ ആയിട്ടുള്ളൊരു ലോഹമല്ല. ഞാൻ ചോദിക്കുന്നത് അതിലുടനീളം ഇടുക്കിയും കഞ്ചാവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നുണ്ട്. ഇതും ഈ കൊല്ലത്തെ ഈ ക്രൈമുമായി ബന്ധിപ്പിക്കുന്നത് പോലെ ഇടുക്കിയെ കഞ്ചാവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രാദേശികതയുടെ പ്രശ്നമില്ലേ? പണിക്കൂലി എന്നൊക്കെ പറയുന്നത് ഒരു അവ്യക്തമായ കാര്യമാണ്. അയാൾക്ക് അതിനോടുള്ള ആ ആശയത്തോടുള്ള അല്ലെങ്കിൽ അതിനോട് പ്രതിപത്തിയും ആണ് കൂടുതലെന്ന് പറയും. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്ന തരത്തിലാണത് വന്നിരിക്കുന്നത്. ഈ ശരീരഭാഷ എന്ന് പറയുന്നൊരു സാധനം അത് അധികാരത്തിൻ്റേതായ ഒരു ഭാഷയാണ്. നമുക്കൊരു തണലുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭരണക്ഷമതയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അതിരാണ്. ഇപ്പം കൊല്ലത്തിൻ്റെ ഒരതിരിൻ്റെ അകത്തിരിക്കുന്ന ഇപ്പുറത്തിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന മനുഷ്യർ തമ്മിൽ എന്താണ് അതിൽ ഒരു വ്യത്യാസം വരുന്നത്? കൈലിയുടുത്ത വെളുത്ത പെണ്ണിൻ്റെ കാറ്റടിച്ചു മാറുമ്പം തുടയിൽ കാണുന്ന വല്ലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരു നീല ഞരമ്പ് പോലെ റിയൽ ലൈഫ് നറേഷനാണ്. അതിൽ നിന്ന് നമുക്ക് ഭാവനയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെ ചില പരിധിയും പരിമിതികളുണ്ട്. എഴുത്തുകാരൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത് ശ്രീ GR ഇന്ദുഗോപനാണ് സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം പൊന്മാനാണ്. എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പല കാര്യങ്ങളും അങ്ങോട്ട് പറയേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ പൊന്മാനാണ് മലയാളത്തിലും മറ്റ് 4 ഭാഷകളിലുമായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് പൊന്മാൻ. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ പി അജേഷ് എന്ന് പറഞ്ഞൊരു പ്രതീകമായി തന്നെ മാറിയിട്ടുണ്ട്. ഇടത്തരക്കാരൻ്റെ, മധ്യവർഗ്ഗക്കാരൻ്റെ, സർവൈവലിൻ്റെ ഒക്കെ പ്രതീകമായിട്ടാണ് പി അജേഷിനെ കാണുന്നത്. എങ്ങനെയാണ് താങ്കൾക്കിപ്പം അതിനെ വിലയിരുത്താൻ പറ്റുക? കുറേ അധ്വാനങ്ങൾ എൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഒരു 4-5 വർഷത്തെ അധ്വാനം. അതിനെ ഐഡിയ കൺസീവ് ചെയ്തു, പിന്നെ അതിനൊരു നോവൽ രൂപത്തിലാക്കി, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെ തിരക്കഥയുടെ രൂപത്തിലാക്കി. ഇതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാനായിട്ട് 1 വർഷത്തോളം ഇരേവരത്ത് എൻ്റെ വീടിനടുത്ത് കടപ്പുറത്ത് ഒരു വീടെടുത്ത് താമസിച്ചു. അങ്ങനെ കുറേയൊക്കെ അത്രയൊരു ഒറിജിനാലിറ്റിയും അതിനൊരു ലൈഫും ഉണ്ടാവണം, ജെനുവിൻ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ബുദ്ധി അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ തന്നെ വേണമെന്ന് വാശി പിടിക്കുക, ഒരു വലിയ ടീമും കൂടെ വന്നപ്പോഴത്തേക്കാണ് ഇത് പൊന്മാറ്റം നല്ലതായതും ആ ഒറിജിനാലിറ്റി ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റ് ഭാഷകളിലും അത് നല്ല രീതിയിൽ ആൾക്കാർ കാണുന്നതും തോന്നുന്നു. ഒരു സാധാരണ ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് ബേസിലിൻ്റെ മുഖം അതിന് വല്ലാതെ അങ്ങ് ഇണങ്ങി എന്നുള്ളതും കൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആ സിനിമ എത്താൻ കാരണമായിരുന്നൊരു വിലയിരുത്തലുണ്ടോ? അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ആ സിനിമ ഇത്രയും ആ ക്യാരക്ടർ ഇത്രയും ആൾക്കാരിലേക്ക് എത്താൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ പുറമേ കാണുന്ന ഒരു പടമല്ല ഈ ചെറുപ്പക്കാർ അല്ലെങ്കിൽ യൂത്ത് എന്ന് പറയുന്നൊരു അവസ്ഥ. അവർ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മറ്റു വിധത്തിൽ ഒരു അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ് അല്ലാത്ത സാധാരണ ചെറുപ്പക്കാർ ഒരുപാട് അധ്വാനിക്കുകയും മാനസികമായി വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വശത്താവട്ടെ വലിയ ബ്രാൻഡുകൾ, വലിയ പരസ്യങ്ങൾ, വലിയ ഭക്ഷണശാലകൾ, അവയുടെ പരസ്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകയും അങ്ങനെ ഒരു ഇന്ത്യയിൽ ഈ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ട്. ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ളതാണ്. അപ്പം ഇല്ലാത്തവൻ അതിനനുസരിച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ രോഷം, പണ്ടത്തൊക്കെ നമ്മൾ ആംഗ്രി യങ് മാൻ എന്നൊക്കെ പറയും, ഇപ്പോൾ എൻ്റെ ഒരു സാമ്പത്തികമായ ഒരു അനുപാത വ്യത്യാസം കാരണം അവൻ്റെ യൗവനം അവൻ്റെ സന്തോഷമൊക്കെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് സത്യത്തിൽ പി അജേഷ്. അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ എഴുതി വരുമ്പോഴോ അങ്ങനെ വരുന്ന സമയത്തൊന്നും നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല കാര്യമായി. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്
അതാണ് അതിനെ ആ രീതിയിൽ റിസീവ് ചെയ്തതെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഈ PP അജേഷിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് കഥ പറയുമ്പോൾ തന്നെ മറുവശത്ത് സ്ത്രീധനം കൊടുത്ത് എങ്ങനെങ്കിലും ഈ പെൺകുട്ടിയെ ഇറക്കി വിടാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ സ്ട്രഗിള് പറയുന്നുണ്ട്. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അജേഷ് വില്ലനായി പോകുമായിരുന്നു. അല്ല, അജേഷ് അതിൻ്റെ അകത്ത് ഒരു കാരണവശാലും ഒരു പൂർണ്ണ നായകനെന്ന് പറയാൻ പറ്റില്ല. അജേഷ് വില്ലൻ തന്നെയാണ്. അജേഷിനിൽ വില്ലൻ ഇതുണ്ട്. അതുപോലെ തന്നെ മരിയാനോയിൽ ആ പാവത്തരവും എല്ലാം ഉണ്ട്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാജിക്ക്, അല്ലെങ്കിൽ ആരാണ് വില്ലൻ എന്നുള്ള വരുന്നതെന്ന് വെച്ചാൽ, അജേഷിനെ സംബന്ധിച്ച് ന്യായം എന്ന് പറയുന്നൊരു പൊസിഷനിലാണ് അയാൾ നിൽക്കുന്നത്. അയാൾ കൊടുത്ത ഒരു മുതൽ വേറൊരാൾ എടുത്തുകൊണ്ട് പോയി. അവിടെ അയാൾക്ക് വില്ലനാവാം. ഇത് തിരിച്ചെടുത്താൻ വേണ്ടി എന്ത് തരത്തിലുള്ള ഒരു വില്ലൻസി എന്നല്ല, അതിനുവേണ്ടി അയാൾ ഏതറ്റം വരെയും പോകാൻ അയാൾ ശ്രമിക്കുമ്പോൾ അയാൾ രണ്ട് കണ്ണും വേറുള്ള അതിൻ്റെ വൈകാരികതകളൊക്കെ അയാൾ അനുഭവിക്കുന്നുണ്ട് അപ്പുറത്തെ വശത്ത്. പക്ഷെ അയാളൊക്കെ അത് ഒരു പരിധിക്കപ്പുറം അയാൾക്കത് നോക്കാൻ പറ്റില്ല. അയാൾ മരിയാനോ അയാളുടെ മുതലാളിയോടത്തെ എങ്ങനെയാണോ മരിയാനോ അയാളുടെ മുതലാളിയെടുത്ത് വളരെയേറെ അയാൾ വിശ്വസ്തനാണ്. നമ്മളത് പറയുന്നുണ്ട്, എൻ്റെ മുതലാളി അറിയുമെന്ന് പറയുന്നുണ്ട്. തിരിച്ച് ഈ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും തിരിച്ച് ഈ ഇദ്ദേഹത്തിനെ അജേഷിനെ സംബന്ധിച്ച് അവകാശമുണ്ട്. എൻ്റെ മുതലാളി, എൻ്റെ ഉബാൾഡ് മുതലാളി എന്ന് പറഞ്ഞാൽ വേറെ മുതലാളിയെ പറയുന്നുണ്ട്. എൻ്റെ മുതലാളിയോട് ഞാനും അതേപോലെ വിശ്വസ്തനായിരിക്കേണ്ടതാണ് എന്നുള്ള ഒരു ചോദ്യം അജേഷിനുണ്ട്. അപ്പോൾ അജേഷിൽ ആണ് ന്യായം കൂടുതലിരിക്കുന്നത് എന്നുള്ള കാരണത്തിലാണ് സ്വാഭാവികമായും അജേഷ് നായകത്വത്തിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ചർച്ചകളിൽ വളരെ കാര്യമായി ഈ സിനിമയെ പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനെ വന്നൊരു ചർച്ച എന്ന് പറയുന്നത്, അതായത് സ്റ്റെഫി ഗ്രാഫ് പറയുന്നുണ്ട്, മല പോലൊരു രാക്ഷസൻ്റെ മുന്നിലേക്കാണ് എന്നെ എറിഞ്ഞു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ മരിയാനോ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വലുപ്പവും അയാളുടെ സ്വഭാവം എല്ലാം കൃത്യമാണ്. അയാളുടെ പകുതി പോലും ഇല്ലാത്ത അജേഷ്, ഇത്തിരി മാത്രമുള്ള അജേഷിൻ്റെ അടുത്ത് പലപ്പോഴും മറ്റേ ആദ്യം കാണിക്കുന്ന സ്റ്റണ്ട് സീനിൽ മറ്റേ ചൂണ്ട എറിഞ്ഞ് ഒരാളെ പിടിക്കുന്ന ക്രൂരതയുണ്ട്. പക്ഷേ അജേഷിനെ ആദ്യം കാണുമ്പോഴും ഫേസ് ചെയ്യുമ്പോഴും അജേഷിനെ നേരിടാനുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് മരിയാനോ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനുള്ളത് അയാൾക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടാണോ അയാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന്? അല്ല, ഇതിൻ്റെ അകത്ത് സത്യത്തിൽ മരിയാനോയിൽ ഒരു അജേഷുണ്ട് വലുതായിട്ട്. എന്തുകൊണ്ട് പെങ്ങളെ കൂടെ കിട്ടിച്ചുവിടാനുണ്ട്. മാത്രമല്ല, മരിയാനോയ്ക്ക് എന്തുകൊണ്ട് ഒരു അജേഷായിട്ട് അയാളും അയാളുടെ മുതലിൻ്റെ മേൽ അയാൾ എന്ത് വയലൻ്റായിട്ടാണ് അയാൾ അറ്റാക്ക് ചെയ്തിട്ടാണ് അയാളുടെ കെട്ടിൽ നിന്ന് ഒരു കുറച്ച് കൊഞ്ചിനെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളത് അയാൾ അത്ര വയലൻ്റായിട്ട് അറ്റാക്ക് മണപ്പിച്ചാണ് പറയുന്നത്. അപ്പോൾ അത്ര ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മരിയാനോയ്ക്ക് ഒരു ലെവലിനപ്പുറത്തേക്ക് അയാൾക്കറിയാം ഞാൻ ചെയ്യുന്നതില്ല, ഇവനിലാണ് ന്യായം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലാണ് ചില സ്ഥലങ്ങളിൽ മരിയാനോ പുറന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിലും ഈ കുത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരവസ്ഥയിൽ ഇയാൾ വളരെ മെല്ലോടായിട്ട് ഇയാൾ പറഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് എന്ന് ഇയാൾ ഒന്ന് തണുത്ത് പോകുന്നതാണ്. പിന്നീട് അയാൾക്ക് അജേഷ് ഒരു മാർക്കറ്റിംഗ് പേഴ്സണാണ്. അയാൾക്ക് നന്നായിട്ട് ഡയലോഗ്സും ശബ്ദവും അനുസരിച്ചൊക്കെ പറയാൻ പറ്റും. പക്ഷെ മരിയാനെ സംബന്ധിച്ച് അയാളൊരു ഒറ്റ ഭാവമുള്ള അയാളൊരു സാധാരണ മനുഷ്യനാണ്. അയാൾക്ക് ഡയലോഗ് ഇല്ലാതായി പോകുന്ന ഒരു സ്ഥലത്താണ് ഇയാൾ പിച്ചാത്തി ഊരി ഇത് ചെയ്യുന്നത്. ആശയം തീർന്നു എന്ന് മാത്രമല്ല, മറ്റവനെ കണക്കുള്ള സംസാരിക്കാനുള്ള കഴിവില്ല ഈ പറഞ്ഞത്. അയാളുടെ വ്യക്തിത്വത്തിൻ്റെ അങ്ങേ അറ്റത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുമ്പോഴത്തേക്കാണ് ഇയാൾ ഈ രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും അതിൻ്റെ അകത്ത് സാഹചര്യം, ഇപ്പം പുസ്തകത്തിൻ്റെ തലവാചകം തന്നെ അങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, വ്യവസ്ഥയൊക്കെ ഒരവസ്ഥ വരെ ഉള്ളു അച്ചോ എന്ന് ഈ സ്റ്റെഫിയുടെ അമ്മ പള്ളിയിലച്ഛൻ കോംപ്രമൈസിന് വിളിക്കുന്നുണ്ട്. അത് ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനാണ്. പക്ഷെ അത് ഞങ്ങൾ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് അത് പിന്നെ അജേഷിലേക്കാണ് നീളുന്നത്. സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയോളം ആയിക്കോട്ടെ, പിന്നെ അത് നിൽക്കത്തില്ല എന്ന് തോന്നിയുകൊണ്ടാണ് അത് എല്ലാവരും വിഷമത്തോടു കൂടി അത് വന്നത്. അതൊരു വലിയ സീനായിരുന്നു. അത് പുസ്തകമാക്കുമ്പോൾ നമ്മൾ ആ സീൻ ഉൾപ്പെടുത്തുന്നുണ്ട് അതിന് ഇത്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നുണ്ട്, ആക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഈ പള്ളിയിലച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനെ, ആഗ്നസേ ഇതിനൊക്കെ ഒരു വ്യവസ്ഥയില്ലേ ആഗ്നസേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആഗ്നസ് പറയുന്നുണ്ട്, ആ വ്യവസ്ഥയൊക്കെ ഒരവസ്ഥ വരെയുള്ള അച്ഛൻ. പിന്നെ അച്ഛൻ അത്രയും ദണ്ണം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് കൊണ്ടുവന്ന് വെച്ച സ്വർണ്ണം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, കർത്താവൻ എന്തിനാ അച്ഛോ സ്വർണം ദൂരിക്ക് എടുത്ത് കൊടുത്ത് ഈ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്യാൻ പറയുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞൊരു വൈകാരികമായ രംഗം അതിനകത്തുണ്ട്. നമുക്ക് എല്ലാം സിനിമയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോഴത്തേക്ക് സിനിമ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. അത് ഒരുപാട് കോംപ്രമൈസ് അക്കാര്യത്തിൽ വേണ്ടി വരുമെന്ന് തോന്നുന്നു. കാര്യം ഇതിൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിനിമയുടെ പകുതിക്ക് വെച്ചാണ് ഞാൻ താങ്കളെ വിളിക്കുന്നത്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞ് ബാക്കിയും കൂടെ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷേ എൻഡിൽ വന്നപ്പോഴത്തേക്ക് 1-2 സിനിമാറ്റിക് എലമെൻ്റ് ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഒരു പുഴ ഒഴുകി പോകുമ്പോൾ പോലെ വളരെ താളാത്മകമായിട്ട് പോകുന്നുണ്ട്. കോംപ്രമൈസുകൾ ഈ സിനിമയെ താങ്കൾ ആഗ്രഹിച്ച തലത്തിലേക്ക് എത്തിക്കുന്നതിലും അല്ല, ഈ സിനിമയ്ക്കകത്താണ് ഏറ്റവും കുറച്ച് കോംപ്രമൈസ് വേണ്ടി വന്നിട്ടുള്ളതെന്ന് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ കൂടെ ഉള്ളവരെല്ലാം വളരെ പ്രതിഭാശാലികളായ ആൾക്കാരായിരുന്നു. അതായിരുന്നു എൻ്റെ അടുത്ത്. എന്ന് വെച്ചാൽ ഒന്ന് ഷാനു ജോൺ വർഗീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും നല്ല സിനിമാറ്റോഗ്രാഫർമാരിൽ ഒരാളാണ്. അതിൻ്റെ സംവിധായകൻ തന്നെയായ ജ്യോതിശങ്കർ എന്ന് വെച്ചാൽ അമ്മട്ടിലുള്ള ഒരു ആർട്ട് ഡയറക്ടറായിരുന്നു. വളരെ പ്രശസ്തമായ സിനിമകളുടെ ഒരു ആർട്ട് ഡയറക്ടറായിരുന്നു. കുമ്പളങ്ങി നൈറ്റ്സ് മുതൽ ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ, പ്രമേയകമാരുള്ള സിനിമകളുടെ ഒരു പ്രധാന ആണിക്കല്ലായിരുന്ന ഒരാളാണ് അത്. ബേസിലാവട്ടെ ഇതിൻ്റെ അകത്തുനിന്നുള്ള ഇതിൻ്റെ കഥയുടെ യാത്രയെ സംബന്ധിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ്. എൻ്റെ കൂടെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജസ്റ്റിനാണെങ്കിൽ പിന്നെ മിന്നൽ മുരളി പോലൊരു സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരാണ്. പിന്നെ ജസ്റ്റിൻ എൻ്റെ മ്യൂസിക്കും ഇതുമായിട്ട് വന്നു. എഡിറ്റിങ്ങിൽ വന്ന പയ്യനായ നിതിൻ വളരെ മിടുക്കനായിരുന്നു. അപ്പോൾ അങ്ങനൊരു വലിയൊരു ടീം വർക്ക് ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ റൈറ്റിംഗ് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ അല്ലെങ്കിൽ ആ ഡയലോഗ്സിനെ എടുത്ത് പ്രതിഷ്ഠിക്കാനായി പറ്റിയത്. ഇതെല്ലാം ഇണങ്ങി നിൽക്കുന്നൊരു സന്ദർഭത്തിലേ ഇതെല്ലാം വരത്തുള്ളൂ. നമ്മൾ കൃത്യസമയത്തായിരിക്കണം ആ ഡയലോഗിൻ്റെ ഡെലിവറിയൊക്കെ. അതൊക്കെ വന്നതുകൊണ്ടാണ് റൈറ്റിങ്ങിനൊരു മേൽക്കൈ കിട്ടിയത്. അല്ലെങ്കിൽ റൈറ്റിങ്ങിന് എത്ര നല്ലതായിരുന്നെങ്കിലും അതിനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കിട്ടില്ല. എല്ലാം കൂടെ ചേരണമല്ലോ. സിനിമ എന്ന് പറഞ്ഞത് എല്ലാം കൂടെ ചേർന്ന ഒരു കെമിസ്ട്രി. അതിലേതെങ്കിലുമൊക്കെ പാളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഉണ്ടായി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വന്നു. എന്നാൽ ഇവരെല്ലാവരും തമ്മിലുള്ള അഭിപ്രായങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുകയും ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇവരെല്ലാം ഗ്രാഹ്യമുള്ള ആൾക്കാരാകുന്നുണ്ട്. അവരെല്ലാം അവരവരുടേതായ പൊസിഷനുകളിൽ നിന്ന് ചെറിയ ഇതിൻ്റെ ഉണ്ട്. അപ്പോൾ കുറേ കൂടെ ക്ലാരിറ്റി സത്യത്തിൽ ഇതിൽ വരിക ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ബേസിൽ ഒരു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. പക്ഷെ ബേസിൽ ഈ പുസ്തകവും വെച്ചിട്ട് ഇതിന് ഏതെങ്കിലും നല്ല ഡയലോഗ്സ് പോയിട്ടുണ്ടോ, സ്ക്രിപ്റ്റിൽ പോയിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് പുള്ളി അതല്ലാത്ത സമയങ്ങളിലെല്ലാം അടിവരയിട്ടും സ്ക്രിപ്റ്റ് നോക്കിയും ഇത് ചെയ്തും ചില സാധനങ്ങൾ തിരിച്ചെടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്തതാണ്. സത്യത്തിൽ കാള ആംബ്രോ അടിക്കുന്ന ഭാഗം പുസ്തകത്തിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നമ്മൾ അവിടെ അത്രയും വരെ പോകണ്ട എന്നുള്ളൊരു ഘട്ടത്തിൽ നിന്നപ്പോൾ ബേസിലാണ് പറഞ്ഞത് അങ്ങനെയല്ല, പുസ്തകത്തിലുള്ള അത് നല്ല പെർഫോം ചെയ്യാൻ പറ്റിയതാണ്, പുസ്തകത്തിലുള്ള ഭാഗം അതേപടി നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് വളരെ സർഗാത്മകമായ ഒരു കോൺട്രിബ്യൂഷൻ എല്ലാ ഭാഗത്തും, ഭയങ്കരമായ ക്രിയേറ്റീവായിട്ടുള്ള അതെ. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഒരു ശ്രമം. ഇപ്പം ജ്യോതിഷിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മൊത്തത്തിലൊരു കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ പുള്ളി വളരെ വാശിയോടുകൂടി നിന്നു. ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഓർഗാനിക് സ്വഭാവം ഒരിക്കലും പോകരുതെന്ന് പുള്ളിയൊരു ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിലാണെങ്കിലും അതിൻ്റെ അകത്തുനിന്നൊരു ഒരു പാകപ്പഴകൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളും മറ്റ് സംഗതികളും ബാക്ക്ഗ്രൗണ്ടിലുള്ള അതിൻ്റെ ഒരു ആംബിയൻസൊക്കെ അമ്മട്ടിലാണ് അത് പോയത്. അപ്പോൾ അതിൻ്റെ എല്ലാം അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റിന് അങ്ങനൊരു മെച്ചം ഉണ്ടായിന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ മൊത്തത്തിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ സിനിമയ്ക്കൊരു രാഷ്ട്രീയമുണ്ട്. ഈ പറയുന്ന പൊതുവായ രാഷ്ട്രീയത്തിന് അല്ലാതെ തന്നെ ഒരു പാർട്ടി രാഷ്ട്രീയം അടക്കമുള്ള കാര്യം ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഈ സിനിമയ്ക്ക് പ്രമേയമാകുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹം എന്ന് ഞാൻ പറഞ്ഞ കൊല്ലത്തുള്ള ആൾക്കാരെ പറ്റിയല്ല, സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാർ, ഇവർ രണ്ടുപേരും ചേർന്നൊരു സമൂഹം. പലപ്പോഴും നമ്മൾ ഈ സ്ത്രീധനം വാങ്ങുന്നതൊരു തെറ്റാണ് എന്ന് പറയുമ്പോൾ കൊടുക്കുന്നതൊരു തെറ്റാണ് എന്ന് പറയാൻ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ അത് കാണാതെ പോകാറുണ്ട്. ഒരു കുറ്റകൃത്യം എന്നുള്ള നിലയ്ക്ക് സ്ത്രീധനം കൊടുക്കുന്നതിനെ കാണാറില്ല. ഇവിടെ അതുകൂടി ഒരർത്ഥത്തിൽ വളരെ വളരെ കാര്യമായിട്ടല്ലെങ്കിൽ പോലും ഒരളവിൽ അതും കൂടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതാ പറഞ്ഞത് അതിൻ്റെ ഒരു ഇപ്പം ഞാൻ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ നോവൽ എഴുതുന്ന സമയത്തോ പിന്നീട് സിനിമയാവുന്ന സമയത്തോ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ കാണാത്ത 10,000-കണക്കിന് പിന്നെ ആംഗിൾസ് ആണ് ജനം അതിനെ ചെയ്തത്. ഒന്ന് സ്റ്റെഫി എന്തുകൊണ്ടാണ് പിന്നെ 32 വയസ്സ് വരെ കണ്ട് അവർക്ക് സ്വന്തമായി ജോലിക്ക് പോയിക്കൂടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. കേരളത്തിലെ സ്ത്രീകൾ അങ്ങനെ പലയിടത്തും ജോലിക്ക് പോയിട്ടുണ്ടാവാം സ്റ്റെഫി. നമുക്കിപ്പം കൊല്ലത്തെ പോലൊരു സ്ഥലത്ത് ഒരു ജോലിക്ക് പോയാൽ കിട്ടാവുന്ന ഒരു സാഹചര്യം, പിന്നെ ആ കുട്ടി ചിലപ്പം വേറെ വല്ല PSCക്ക് പഠിക്കാനോ ഒക്കെ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം, ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ പ്ലാനുകൾ വർക്കാവാതെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിയുടെയും കൂടെ കഥയാണ് സത്യത്തിൽ.
അതെല്ലാം നമുക്ക് വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ ഒരു സിനിമയിൽ പറ്റില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ സ്ത്രീധനം വാങ്ങിക്കുന്നത് ഒരു തെറ്റാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യക്ഷത്തിൽ കാണുന്നത്. അല്ല, സ്ത്രീധനം വാങ്ങിക്കുന്നത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല. നമ്മുടെ സമൂഹം ഒരു ക്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ക്രമത്തിൽ ഇപ്പോൾ ഒരു അതിസമ്പന്നനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മകൾക്കോ അല്ലെങ്കിൽ മകനോ ഒക്കെ വിവാഹ സമ്മാനം എന്നുള്ള രീതിയിൽ അയാൾക്ക് ആ സമയത്ത് ഇഷ്ടംപോലെ ചിലവാക്കാനോ അല്ലെങ്കിൽ പിന്നെ അണിഞ്ഞൊരുങ്ങി നിൽക്കാനുള്ള സ്വർണ്ണം ഇതൊക്കെ അവരവരുടെ റൈറ്റാണ്, ഈ കാശുള്ളവന് അവരവരുടെ റൈറ്റാണ്. പക്ഷേ അത് നമുക്ക് നിവൃത്തിയില്ലാത്ത ഒരാൾ ഇതിങ്ങനെ ഇവർ കാണിക്കുന്നത് കഷ്ടമായി വരികയും നിവൃത്തിയില്ലാത്ത ആൾക്കാർ ഇതിനെ അനുകരിച്ചുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ ഇത് സമൂഹ വ്യവസ്ഥയാണെന്നുള്ള മട്ടിൽ ഇതിൽ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ അപകടത്തിലേക്ക് വരുന്നത്. അവിടെ ഈ സ്വർണം എന്ന് പറയുന്നുള്ള ഈ ലോഹം അഫോർഡബിളായിട്ടുള്ളൊരു ലോഹമല്ല. അത് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് 40 രൂപയായിരുന്നു. ഇത് കൺസീവ് ചെയ്യുന്ന സമയത്ത് എത്ര ആണെന്നുപോലും അറിയത്തില്ല. അത് കഴിഞ്ഞ് ഷൂട്ടിങ് കഴിയുമ്പോൾ അന്ന് അതെ 2006 5000 രൂപ കൊണ്ട് കിടന്നതാണ്. ഈ നോവലിൻ്റെ അകത്ത് അന്ന് 2006 സമയത്താണ് ഇനി ഒരു വർഷം കൊണ്ട് 6000 മേളിലായി. അത് പിന്നെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ 40, തീരുമ്പോൾ 50, ഡബ്ബിങ് കഴിയുമ്പോൾ വീണ്ടും പിന്നെ ബേസിൽ തിരുത്തി 65 60 ആക്കുന്നു. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അത് 65 ആക്കി. അത് ബാക്കി പണിക്കൂലി എന്നൊക്കെ പറയുന്നത് ഒരു അവ്യക്തമായ കാര്യമാണ്. എത്രയാണ് ഒരു സ്വർണത്തിൻ്റെ അതൊരു അവ്യക്തമായ കാര്യം. ഇതെല്ലാം കൂടെ ചേർത്ത് 70-75 രൂപയും വെച്ചിട്ട് ഒരു പവൻ സ്വർണം. അപ്പോൾ ഒരു ഇത്രയെങ്കിലും 10 പവനെങ്കിലും ഇല്ലാതെ എങ്ങനെ ഇറക്കി വിടുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ സമൂഹ വ്യവസ്ഥയിലുണ്ട്. അത് അനാവശ്യമാണ് എന്നുള്ളൊരു സംഗതിയാണ്. മറ്റതിപ്പം നമ്മളിപ്പം സ്ത്രീധനം നാളെ രാവിലെ നിരോധിക്കണം എന്നുള്ള ഒരു ഇതല്ല ഇതിൻ്റെത്. അത് പിന്നെ പണമുള്ളവർ തമ്മിലുള്ള ട്രാൻസാക്ഷനും ഇതായി. അതിനെ സ്ത്രീധനമായിട്ട് കാണാതിരുന്നാൽ മതി. സ്ത്രീധനമായിട്ട് കാണാതിരിക്കാതെ അവരുടെ കുടുംബം ക്രമം കൊടുക്കുന്ന സംഗതികളും ഇപ്പം ഒരാൾ ഇപ്പം ഇതുണ്ടല്ലോ, നീ പോയി ഇപ്പം KFC പോയി ചിക്കൻ കഴിക്കുക എന്ന് പറയുന്നത് പോലെ അല്ല. സാധാരണ രീതിയിലുള്ള ഒരാൾ പറയും അതിനനുസരിച്ചുള്ള നീ അപ്പുറത്തെ ചായക്കടയിൽ പോയി രണ്ട് അപ്പവും ഒരു മുട്ടക്കറിയും വാങ്ങിച്ച് കഴിക്കും എന്ന് പറയുന്നത് പോലുള്ള വ്യത്യാസമാണല്ലോ ഈ സാധനം. ഇതൊരു വ്യവസ്ഥയാക്കി മാറ്റി ഈ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അവരങ്ങനെ ഉള്ളതുകൊണ്ട് 10 പവൻ ഉണ്ടെങ്കിലേ ഇവിടെ ഒരു വിവാഹം നടക്കത്തുള്ളൂ എന്നുള്ള കണ്ടീഷൻ അറേഞ്ച്ഡ് മാരേജ് നടക്കത്തുള്ളൂ. അപ്പം പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർ അതിനെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് പിന്നെ അവരുടേതായ പ്രണയിതാവിനെയൊക്കെ കണ്ടെത്തുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എത്ര ശതമാനമാണ്? അത് അതിൻ്റെ മതവ്യവസ്ഥകളിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടത്തില്ല. മതവ്യവസ്ഥയ്ക്കകത്ത് മതത്തിനൊന്നും ഇതിൽ ഇടപെടാൻ പറ്റത്തില്ല. വ്യവസ്ഥയാകുന്നത് അങ്ങനെയാണല്ലോ. വ്യവസ്ഥയും സമ്പദ് വ്യവസ്ഥയും കൂടി ഇതിൻ്റെ അകത്തുണ്ടല്ലോ. സാമ്പത്തിക സംഗതികൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞത് പ്രേമിച്ചു പോകാൻ ഏതെങ്കിലും ഒരു മതം സമ്മതിക്കത്തില്ലല്ലോ. അതെല്ലാം ഉണ്ട്. മതത്തിൻ്റെ സാധനങ്ങൾ വേറെ ഉണ്ട്. അതല്ല, ഇത്തരത്തിലുള്ള എല്ലാതും ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ ലംഘിക്കാൻ കപ്പാസിറ്റിയുള്ള ചെറുപ്പക്കാർ ഒരുപാട് ലംഘിക്കുന്നുണ്ട്. അതിന് തക്ക രീതിയിൽ പറ്റാത്ത അല്ലെങ്കിൽ മാനസികമായ രീതിയിൽ പുറത്തിറങ്ങിപ്പോയി പറ്റാത്ത ആൾക്കാരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നത്. അവരൊട്ടും കുറവല്ല താനും കേരളത്തിൽ. നമ്മൾ ഈ നഗരങ്ങളിലൊക്കെ മാത്രമേ ഇത്രയും വളരെ ബോൾഡായിട്ടുള്ള പിന്നെ പെൺകുട്ടി ചെറുക്കൻ എന്നൊക്കെ പറയുന്നത് കാണുന്നു. നാട്ടിൻപുറങ്ങളിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും പഴയ പോലൊക്കെ തന്നെയാണ് അവസ്ഥ. മറ്റൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ സമൂഹത്തിന് വലിയൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസം അക്കാര്യത്തിൽ വേണ്ടതുണ്ട് എന്നൊരു തോന്നലുണ്ട്. അതിനോട് ചേർത്ത് തന്നെ പറയട്ടെ, അതായത് ഈ ടെറർ ബ്രൂണോ എന്ന് പറയുന്ന സഖാവ് ബ്രൂണോയുടെ കഥാപാത്രം, വലിയ ആളെ എല്ലാവർക്കും പേടിയാണ്. വലിയൊരു നാട്ടുരാജാവിനെ പോലെ ആരെ അടിക്കും എല്ലാവരും ഭയപ്പെടുന്ന ഒരാൾ. പിന്നീട് ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഓരോരോ ഘട്ടങ്ങളിലും ഇയാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാണ് ഈ പറഞ്ഞ സാധാരണ നാട്ടുചട്ടമ്പിയും നാട്ടുപാർട്ടിക്കാരനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പം അവിടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല, അങ്ങനെ ആണെന്ന് നമ്മൾ ഉദ്ദേശമില്ല. അങ്ങനെ നാട്ടുചട്ടമ്പിയോ അങ്ങനെയൊന്നുള്ളതല്ല. അത് അയാൾ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞൊരു ഒരു സംഗതിയാണല്ലോ. അതിൻ്റെ ചട്ടക്കൂടുകളോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സ്വഭാവ രീതികളോ അതൊന്നതിനേക്കാൾ കൂടുതൽ അയാൾക്ക് അതിനോടുള്ള ആ ആശയത്തോടുള്ള അല്ലെങ്കിൽ അതിനോട് പ്രതിപത്തിയും ആണ് കൂടുതലെന്ന് പറയും. പണിയെടുക്കുന്നില്ല എന്ന് പറയുന്നത് സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് നമ്മുടെ രാഷ്ട്രീയം പൊതുവെ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരനായിരിക്കുക എന്ന് പറയുന്നത് അതാണ് ഒരു തൊഴിൽ എന്ന് പറയുന്ന അത് ലോകത്തുള്ള മറ്റു വ്യവസ്ഥകളിലെല്ലാം അങ്ങനെ ആവണമെന്നില്ല.
അവരെല്ലാം അത് പിന്നെ ആനുപാതികമായി ഇപ്പോഴത്തുള്ള കൂടുതൽ രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ അല്ലാതായി മാറി വരുന്നുണ്ട് പുതിയ ജനറേഷൻ. പക്ഷെ അല്ലാതുള്ള ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ ചില വിമർശനാത്മകമായ കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊരിക്കലും നമ്മൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ നമുക്കൊരു സ്റ്റോറി അവിടെ പ്ലാൻ ചെയ്യാൻ വേണം. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്ന തരത്തിലാണത് വന്നിരിക്കുന്നത്. അല്ല, അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു കഥ രൂപകൽപ്പന ചെയ്യുമ്പോൾ കേരളത്തിലൊരു കഥ രൂപകൽപ്പന ചെയ്യുമ്പോൾ ആ കഥയിൽ അവിടെ ആ പെൺകുട്ടിയുടെ വിവാഹത്തിനുള്ള ആളുകൾ കുറയുന്നു. പള്ളിക്കാർ അതിലെത്തുന്നില്ല, ഈ ചെറുപ്പക്കാരൻ്റെ സുഹൃത്തുക്കളോ എത്തുന്നില്ല, ബിരിയാണി പാത്രത്തിൽ അപ്പോൾ അതെത്തുന്നില്ല. അപ്പം അതിലേക്ക് എത്താനുള്ള കഥയുടെ റീസൺ എന്ത് വേണം എന്നുള്ള ഒരു ആലോചനകളിൽ വരുമ്പോഴാണ് ഇത്തരത്തിൽ എന്നുവെച്ചാൽ പള്ളിയും ഈ പയ്യൻ്റെ പാർട്ടിക്കാർ ഒരേ സമയം റിജക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അവധാനതക്കുറവ്, ഇയാളുടെ അത്തരത്തിലുള്ള സൂക്ഷ്മത കുറവാണ് സത്യത്തിൽ അതിലേക്ക് ഇയാളെ കൊണ്ട് എത്തിക്കുന്നത്. അത് അയാൾ കൊള്ളരുതാത്തവനോ സൂക്ഷ്മതക്കുറവാണെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ സാർ? ഞാൻ ചോദിക്കും, എഴുത്തുകാരൻ താങ്കൾ തന്നെയാണ്, എങ്കിലും ഞാനതിനെ വെല്ലുവിളിച്ചോണ്ട് ചെയ്തത് സൂക്ഷ്മത കുറവല്ല, മറിച്ച് അയാളുടെ ഒരു താൻപൂര്യമാണ്. എനിക്കിതൊക്കെ ആവാം, ആരെയും തല്ലാം, ഒരു ശരീരഭാഷ വരെ അയാൾക്കുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ശരീരഭാഷ എന്ന് പറയുന്നൊരു സാധനം അത് അധികാരത്തിൻ്റെതായ ഒരു ഭാഷയാണ്. നമുക്കൊരു തണലുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ്. അത് രാഷ്ട്രീയമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കാര്യമില്ല. എനിക്ക് എനിക്ക് പിന്നെ താൻ പോരുമയുള്ള രക്ഷിതാക്കളുണ്ട്. എൻ്റെ അച്ഛൻ പറഞ്ഞു രണ്ടുപേരും അടിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞാലും ഞാൻ പോയി അടിക്കാമല്ലോ. അപ്പം അത്തരത്തിലൊരു താൻ പോരുമായി എനിക്ക് എവിടെ നിന്നൊക്കെയോ രാഷ്ട്രീയ തണലിൽ നിന്നാകാം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ തണലിൽ നിന്നാകാം, മതപരമായ ഇതിൽ നിന്നാകാം. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങളാണിത്. അതിനെ നമ്മളുടെ കഥയുമായി ഈ മട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. അത് എളുപ്പം മനസ്സിലാവാനുള്ള ഒരു പ്രതലം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ആ സിനിമയ്ക്കകത്ത് മൊത്തം അയാൾക്കാണ് കംപ്ലീറ്റ്ലി ഡെവലപ്പിംഗ് ഒരു ആർക്കുള്ളത്. ഈ ആർക്കിൽ അയാൾ എന്താണ്, അതിനുശേഷം അയാൾ നീ ചുമടെടുത്തുകൊണ്ട് വാടാ എന്ന് പറയുന്ന ആൾ അവസാനം ഒരു ചുമട്ടുകാരനാകുന്നു. അത് ആ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് പോയതാണ്. അയാൾ വളരെ അയാളെ ആ പാർട്ടിയുടെ പോരാടി നോക്കാം എന്ന് പുള്ളി പറയുന്നുണ്ട്. അല്ല, അതിന് മുമ്പ് തന്നെ ഇയാൾ ഇതിന് പൊക്കോളാൻ പറയുന്നുണ്ട്. നീ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സഖാവ് ചെട്ടിയാരെ പോയി കാണുക, അവിടെ ബെവറേജസിൽ ചുമടുണ്ടെന്ന് പറയുന്നൊരു പോയിൻ്റുണ്ട്. അങ്ങനെ അയാൾ ഈ അവസാനം വരുന്ന ബ്രൂണോ എന്ന് പറയുന്നത് ബെവറേജസിലൊരു ചുമട്ടുകാരനായ ബ്രൂണോയാണ്. അതാണ് ബ്രൂണോ പറയുന്നത്, നീ എൻ്റെ അടുത്ത് പറയുന്നില്ല നീ പോരാടിയിട്ടില്ല, നിന്ന് പോരാടി നോക്കട്ടെ എന്ന് പറയുന്ന ബ്രൂണോ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചിത്രീകരിച്ചതാണ്. പക്ഷേ അത് സിനിമയുടെ പേസിലും എഡിറ്റർക്ക് സംവിധായകർക്കും എല്ലാം അവസാനം വേണ്ടാന്ന് തോന്നിയ സമയത്താണ് കൊല്ലം ബെവറേജസിൻ്റെ മുമ്പിൽ തന്നെ ചിത്രീകരിച്ച ഒരു സീൻ അതിൽ നിന്ന് വിട്ടുപോയിട്ടെന്ന് വെച്ചാൽ കുറേ അങ്ങനെ പറ്റത്തുള്ളൂ സിനിമയുടെ. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ആർക്ക്, അത് ഒരു റൈറ്റർ എന്നുള്ള രീതി അയാളുടെ ആർക്ക്, അയാൾ ജീവിതത്തിനെക്കുറിച്ച് പഠിക്കുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ ആ കഥയിൽ പഠിച്ചിട്ടുള്ളത് ബ്രൂണോയാണ്. ഈ സിനിമ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഈ കൊല്ലത്തെപ്പറ്റി താങ്കൾ പറയുന്ന ഒരു ചെറിയ പ്രൊമോ വീഡിയോ ഉണ്ട്. അത് വെച്ച് തന്നെ കുറേ ട്രോളുകൾ വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ കൊല്ലത്തിന് നല്ല ചീത്തപ്പേരാണ്. അത് കാര്യമുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ക്രൈം നടക്കുകയോ എന്തെങ്കിലും അസാധാരണമായ സംഭവങ്ങൾ നടക്കുമ്പോൾ അത് കൊല്ലത്തല്ലേ, കൊല്ലം അങ്ങനെയാണ് എന്ന മട്ടിൽ നേരത്തെ തന്നെ നമ്മുടെ ബേസിൽ നായകനായ മറ്റൊരു ചിത്രവും കൊല്ലം കേന്ദ്രീകരിച്ചിട്ടാണ്. ഇപ്പോൾ രണ്ടാമത് വീണ്ടും കൊല്ലം കേന്ദ്രീകരിച്ച് വരുന്നു. കൊല്ലത്തെ പിരിവ്, കല്യാണത്തിനുള്ള പിരിവ്, ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കുകയാണ്. എന്താണ് കൊല്ലത്തെപ്പറ്റി എല്ലാവരും ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് ഒരു ചോദ്യം. അങ്ങനെ ഒന്നുമില്ല. അതെന്ന് വെച്ചാൽ അത് നമ്മൾ പറഞ്ഞില്ല. ഇതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ക്രൈം ഒരിടത്ത് സംഭവിക്കുന്നത് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായ നമ്മൾ അവിടെ പൊളിറ്റിക്കലായ അല്ലെങ്കിൽ ഭരണക്ഷമതയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അതിരാണ്. അത് ഈ രാജ്യങ്ങളെ സംബന്ധിച്ചാണെങ്കിലും പൊളിറ്റിക്കൽ അതിരാണ്. മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് ഇതുള്ളത്? ഇപ്പം കൊല്ലത്തിൻ്റെ ഒരതിരിൻ്റെ അകത്തിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന മനുഷ്യർ തമ്മിൽ എന്താണ് അതിൽ ഒരു വ്യത്യാസം വരുന്നത്? അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് സംഭവിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കേരളത്തിൻ്റെ മൊത്തം ക്രൈം ചരിത്രം എടുത്ത് നോക്കിയാൽ അതെല്ലാം ഏതെങ്കിലും ഒരു ജില്ലയെ കേന്ദ്രീകരിച്ചോ ഒന്നുമല്ല. അത് സോഷ്യൽ മീഡിയ വെറുതെ ക്രൂശിക്കപ്പെടുന്നുണ്ടെന്നാണ് ഇത് ചില സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത് ഒരു ലായനി പോലെ ഉള്ളതാണ്. അത് അതിൻ്റെ അകത്തുള്ള ഒരു ഹ്യൂമറോ ഒരു കാരണം ഉണ്ടാക്കാൻ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു ടെൻഡൻസിയോ ഒക്കെ വരും. അത്
കുറേ കഴിയുമ്പം വേറെ ജില്ലയ്ക്ക് ചാർത്തി കൊടുക്കും. ഇതൊക്കെ അതിൻ്റെ നമ്മൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിരുന്നില്ല അതിൻ്റേതായ ഗൗരവത്തിൽ കണ്ടാൽ മതി. ജനങ്ങൾ അവരുടെ ആനന്ദവും അവരുടെ രസത്തിനെയും കരുതി കൊടുക്കുന്ന അതിനൊന്നും ഒരു ഓതൻറ്റിസിറ്റിയോടുകൂടി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ കൊല്ലത്തെ പിരിവ് എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചാൽ ആ പിരിവ് എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര നെഗറ്റീവ് അർത്ഥത്തിലേക്ക് എടുക്കേണ്ടതായ ഒരു കാരണങ്ങളില്ല. ആദ്യം മലബാറിലേക്കെല്ലാം കുറിക്കല്യാണം, പണപ്പയറ്റ്, കുറിക്കല്യാണം എന്നൊക്കെ പറയുന്നതിൻ്റെ വേറൊരു പ്രോസസ്സ് മാത്രമാണ് അത്. പിന്നെ സാമ്പത്തികമായ ഒരു ശേഷിയില്ലാത്ത ആൾക്കാർക്ക് എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് കല്യാണം നടത്തി കൊടുക്കുന്ന അതൊരു നല്ല സാമൂഹ്യമായൊരു വ്യവസ്ഥ എന്നുള്ളതാണ്. അതിൻ്റെ അകത്തുനിന്ന് ചില താളം തെറ്റലുകൾ സംഭവിച്ചപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഒരു സംഭവിച്ചൊരു സ്റ്റോറിക്ക് മേൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കഥയാണ്. അപ്പം അത് നമ്മൾ സാമൂഹികമായ ഈ ലോകത്തിൽ വിശ്വസനീയമായ കാരണങ്ങളിൽ നിന്ന് പിറക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കൊടിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ അതിൽ ആരുടെ ഏത് പ്രകൃതത്തിലുള്ള ഏത് പിന്നെ തീരദേശത്തുനിന്നാണോ കഥ പറഞ്ഞിരിക്കുന്നത്, ഇന്ന സമുദായത്തിൻ്റെ കഥ എന്നുള്ളതല്ല. കഥ ആൾക്കാരെ അനുഭവിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ സ്വാഭാവികത, അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ടൂൾസ് മാത്രമാണ്, റൈറ്റർ ഉപയോഗിക്കുന്ന ടൂൾസ് മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള എലിമെൻറ്റ്സ്. അതല്ലാതെ ഒരു വൈകാരികമായ ഒരു ബന്ധമോ വേറെ അതിനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആൾക്കാരെയോ പിന്നെ ഗ്ലോറിഫൈ ചെയ്യാനോ മോശമാക്കാനോ എന്നുള്ളൊരു ശ്രമങ്ങൾ ആർട്ടിൻ്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ പക്ഷത്തു നിന്ന് സാമാന്യഗതിയിൽ ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ഒന്നാമത് ഉത്തരവാദിത്തത്തോടുകൂടി ഈ റൈറ്റിംഗ് കുറേ കാലം കൊണ്ട് കൈകാര്യം ചെയ്തു വരുന്ന ആൾക്കാരെ ഇതിൽ നിന്നും മലയാളത്തിലെ റൈറ്റേഴ്സൊന്നും അങ്ങനെ ചെയ്യുന്നവരല്ല. അവർ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് അവരുടെ റൈറ്റിങ്ങിനെ നിർവഹിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. അതേ ധാരണയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ലിറ്ററേച്ചറിലേക്ക് പോകണം. അതായത് നമ്മുടെ ഈ നീലജട കഞ്ചാവ് തോട്ടത്തിലെ എൻ്റെ ഭീകര ജീവിതം. ഇടുക്കിയിൽ നിന്ന് 20 വയസ്സുകാരനായ ഒരു പയ്യൻ വിശാഖപട്ടണത്തേക്ക് കഞ്ചാവ് കൃഷി നടത്തുന്ന സ്റ്റാഫായി പോകുന്നതാണ്. അവിടെ അവൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഈ കഥ. ആ കഥ മുഴുവൻ അവൻ പറയുന്നതായിട്ടാണ്. താങ്കളുടെ അനുഭവത്തിൽ നിന്നുള്ള കഥയാണ്. താങ്കളുടെ ഒരു സുഹൃത്ത് വിളിച്ചു വരുത്തി ഇന്നാൾക്കൊരു കഥ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് കേട്ട് എഴുതിയാണ്. ആ കഥ മുഴുവൻ അത് അതുപോലെ ആയിരിക്കില്ല. അതിനകത്ത് തന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്ന പോലെ കുറിപ്പെടുത്ത് പിന്നെ അതിൻ്റെ ഒരു കഥയുടെ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാകാം. ഞാൻ ചോദിക്കുന്നത് അതിലുടനീളം ഇടുക്കിയും കഞ്ചാവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നുണ്ട്. ഇതും ഈ കൊല്ലത്തെ ഈ ക്രൈമുമായി ബന്ധിപ്പിക്കുന്നത് പോലെ ഇടുക്കിയെ കഞ്ചാവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രാദേശികതയുടെ പ്രശ്നമില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. നമുക്കതിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അതിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 84-ലൊക്കെ രാജീവ് ഗാന്ധി വന്ന ശേഷമാണ് ഒരു ആഗോള ലഹരി നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് US-ആയിട്ടൊക്കെ ചേർന്നിട്ട് ഇവിടെ നിന്നൊക്കെയാണ് ഈ കഞ്ചാവൊക്കെ പോകുന്നത് എന്നുള്ള ധാരണയുടെ പുറത്ത് ആഗോളപരമായി ഇതിനെ നിയന്ത്രിക്കണം, നിരോധിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് അത്രയും വർഷങ്ങളൊക്കെ പഴക്കമുള്ളൂ ഇങ്ങനെ ഇതിനെ ഈ കഞ്ചാവ് എന്നൊക്കെ പറയുന്ന ഇതിനെ നിരോധിച്ചു. അപ്പം അതുപോലെ കാട് പോലെ വളർന്നു കിടന്ന ഏറ്റവും നമ്മുടെ കാലാവസ്ഥയിൽ അതുപോലെ വളർന്നു കിടന്ന ഒരു സംഗതിയാണിത്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഇതുപോലെ വളർന്നു കിടക്കുന്നു. നമ്മളിതിനെ ഒരു ഭയങ്കരമായ ക്രൈമായിട്ട് കണ്ട് അല്ലെങ്കിൽ ഇത് മൊത്തം ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് എന്നുള്ള മട്ടിൽ കണ്ട് ഇതിനെ ഒഴിവാക്കി ഒക്കെയും ചെയ്തു മാറ്റിക്കഴിഞ്ഞതിന് ശേഷവും എന്താണ് ഇതിനെ വളർത്തുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ പരിചരണം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ നോഹൗ നമ്മൾ ഒരു തലമുറയായിട്ടുള്ളതെന്ന് ആലോചിക്കണം. അതിന് മുമ്പുള്ള നോഹൗ ഇവരുടെ തലയിൽ കൃത്യമായി കിടപ്പുണ്ട്. സോ വിശാഖപട്ടണത്ത് ഇപ്പോഴും ഇതിൻ്റെ പിന്നെ വിപണനം അല്ലെങ്കിൽ ഇവൻ്റെ കൃഷിയെല്ലാം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇടുക്കിക്കാരാണ്. ഒറീസയിലൊക്കെ ജയിലിൽ കിടക്കുന്ന പലരും ഞായറാഴ്ചകളിൽ കോയിൻ ബോക്സിൽ പൈസ ഇട്ടുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുമായിട്ടുള്ള ഈ പഠനമൊക്കെ ആയിട്ട് പോയ സമയത്ത്. ഇപ്പോഴും നേരത്തെ പറയുന്നുണ്ട് അവിടെ ജോലിക്ക് ഇരിക്കുന്നവരെല്ലാവരും കൊത്തിപ്പെറുക്കി ഇടുക്കി മലയാളം പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പം അതിൽ ഈ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഭയങ്കര രസമായ കഥയെന്ന് വെച്ചാൽ വിശാഖപട്ടണത്ത് ഈ കാടിൻ്റെ അകത്തേക്ക് പോകുന്ന യാത്രയിൽ അവിടോട്ട് പോകുന്ന ആദിവാസികൾക്ക് അത്യാവശ്യം മലയാളം മനസ്സിലാവുകയും കൊത്തിപ്പറിക്കുന്ന 2 വാക്കുകൾ പറയാനും അറിയാവുന്നുള്ള അത്രയും സ്വാധീനം ഇതും അത്രയും വലിയ കേരളത്തിൽ നിന്നുള്ള വലിയ മുതലാളിമാർ ഒക്കെയാണ് രാഷ്ട്രീയ രംഗത്തും അല്ലാത്ത രംഗത്തും സാമ്പത്തികമായിട്ടുള്ളവരും ഒക്കെ പല ആൾക്കാരുമാണ് വിശാഖപട്ടണത്തെ അല്ലെങ്കിൽ പിന്നെ ഈസ്റ്റേൺ ഗാറ്റ്സിലെ വനങ്ങൾക്കകത്തുള്ള പിന്നെ കഞ്ചാവ് കൃഷിയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ആ പയ്യൻ എൻ്റെ അടുത്ത് പറയുകയും പിന്നീട് അവൻ കുറേ ഫോൺ നമ്പറുകൾ തന്നു. ചിലർ അതിൽ ജയിലിൽ കിടക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇവരൊക്കെ പറഞ്ഞ കഥയെന്ന് വെച്ചാൽ ഇതാണ്. അവരാണ് ഈ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്നുള്ളവരാണ് ഡോമിനേറ്റ്. അതിൻ്റെ റീസൺ ഈ പറഞ്ഞ കണക്കാണ്. ഈ തലമുറകളായിട്ടുള്ള അവർക്ക് ഈ ഇതുമായിട്ടുള്ള അല്ലാതെ ഇടുക്കി
ഇതുമായിട്ട് മോശപ്പെടുത്തി പറയുക എന്നുള്ളതല്ല. അതിന് മോശപ്പെടുത്തല്ല. വെസ്റ്റേൺ ഗാറ്റ്സ്, ഈസ്റ്റേൺ ഗാറ്റ്സിലാണ് കൃഷി നടക്കുന്നത്. ഇപ്പം വെസ്റ്റേൺ ഗാറ്റ്സ് അതിന് ഏറ്റവും നല്ല ഇതായിട്ടുള്ള മണ്ണാണ്. 6 മാസം കൊണ്ട് ഇത് ചെയ്ത് പൂത്ത് ഇത് ചെയ്താൽ വരുന്ന ഇതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹൈബ്രിഡ് കഞ്ചാവ് വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മറ്റു തരത്തിലുള്ള പിന്നെ കഞ്ചാവ് വരുന്നു. ഇപ്പം പറഞ്ഞ കണക്ക് അവിടെ നിന്ന് കൊണ്ടുവരുന്ന സ്ഥലത്തെല്ലാം അതിൻ്റെ മേളിൽ വലിയ കീടനാശിനിയൊക്കെ തളിച്ചാണ് പിന്നെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ കേടിനേക്കാൾ കൂടുതലാണ് സത്യത്തിൽ ഇതൊഴിക്കുന്ന പിന്നെ ഇതിൽ തളിക്കുന്ന പിന്നെ എക്കാലക്സ് പോലുള്ള ഏലത്തിനൊക്കെ തളിക്കുന്ന പോലുള്ള മരുന്നുകളെന്നാണ് ഈ പയ്യൻ പറഞ്ഞത്. അപ്പോൾ അതിനെയൊക്കെ റീപ്ലേസ് ചെയ്തത് ഇത് മോശമെന്നോ അല്ല ഇത് നല്ലതെന്നോ എന്നുള്ള അർത്ഥത്തിലും ഇത് വേണമെന്നോ ഇങ്ങനെയൊക്കെ തന്നെ ആണെന്നുള്ള അർത്ഥത്തിലല്ല. ഈ പറഞ്ഞ കണക്ക് ഇതിനെയൊക്കെ ഭയങ്കരമായി നമ്മൾ അതിഭയങ്കരമായി നിയന്ത്രിച്ചപ്പോൾ ഭയങ്കരമായ പെട്ടെന്ന് തന്നെ കൊല്ലുന്ന അതിഭീകരമായ കെമിക്കൽസാണ് ഈ കേരളത്തിലെ യുവാക്കളെ മൊത്തം അല്ലെങ്കിൽ ലോകത്തിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് വരുന്നത്. MDMA ഇതെന്നൊക്കെ പറയുന്ന പോലുള്ള ഇതാണ്. മറ്റതിൻ്റെ ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് താരതമ്യേന ഇതായിരുന്നു. ഇപ്പം നമ്മൾ പിന്നെ സർക്കാർ തന്നെ ബെവറേജസുകൾ വഴി വലിയ തോതിൽ ലഹരി വിൽപ്പന, ഏറ്റവും വലിയ ലഹരി വിൽപ്പനക്കാരാണ് അതത് സർക്കാരുകളാണ്. എന്നിരിക്കെ തന്നെ ഇതുപോലുള്ള താരതമ്യേന മാരകമല്ലാത്ത പിന്നെ സാധനങ്ങൾ നിരോധിച്ചുകൊണ്ടിരിക്കുകയും അതിഭീകരമായ കെമിക്കൽസുകൾ ഇവിടെ ലോഡ് കണക്കിന് വന്ന് ഇറങ്ങാനുള്ള എല്ലാ പിന്നെ ഉപാധികളും ഉണ്ടാക്കുന്നതിന് പിന്നിൽ വലിയ സമ്പന്നരുടെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ ലിങ്കുകൾ ഉണ്ടെന്നുള്ളത് വളരെ പരസ്യമായ രഹസ്യങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു വിമർശനം ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ടോ? അല്ല, നമ്മൾ പിന്നെ എന്തുവാണ് ഇതിൻ്റെയൊക്കെ ഇൻ്റർപ്രറ്ററാണ്. ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന റൈറ്റർ എന്ന് പറയുന്നത് സമകാലികമായ ചില കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാഖ്യാനിക്കുന്ന ഒരാളാണ്. അല്ലാതെ ലഹരിയെ സംബന്ധിച്ചുള്ള ഒരു പഠനം അയാളുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഇത് ഞാനീ പറയുന്നതൊക്കെ ആ പയ്യൻ അല്ലാതെ എനിക്ക് നേരിട്ടുള്ളൊരു ബന്ധമല്ല. ആ പയ്യൻ ഈ വിപണിയുമായി ബന്ധപ്പെട്ട് നിന്ന് ഉള്ളൊരു പയ്യൻ പറഞ്ഞ, പക്ഷെ അതിൽ ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നീലച്ചടയൻ കഞ്ചാവിനെ എങ്ങനെ തിരിച്ചറിയാം? അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇവരുടെ നോഹവുമാണ്. ഈ പരമ്പരാഗത ആൾക്കാരുടെ പിന്നെ ഒരു അറിവാണ് ഇത് പങ്കുവച്ചൊരു സംഗതി. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് നമ്മളിപ്പം എല്ലായിടത്തും ഓസ്ട്രേലിയയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ വരുന്ന ഹൈബ്രിഡ് വിത്തുകളാണ് സാധാരണഗതിയിൽ. ഇപ്പോൾ ഇടുക്കി ഗോൾഡ് എന്നൊക്കെ പറയുന്ന ഇത് ഏതാണ്ട് വംശമറ്റ മട്ടിലാണ്. അല്ലെങ്കിൽ ഈ ചെറുവയൽ രാമനെ പോലെ നീലച്ചടയൻ അതൊരു വിളിപ്പേരാണല്ലോ. വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഭാഷ വളരെ രസകരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിലെ പല ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ സ്വരൂപിച്ച് ഉണ്ടാക്കി വെച്ച പിന്നെ ഒരു നോഹവിനെ ഇങ്ങോട്ട് മാറ്റി വെക്കുന്ന ഒരു സംഗതിയാണ്. കാര്യം ഒന്ന് ലോകത്തെമ്പാടും ഇതിന് മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെയായി ഇതിന് അംഗീകാരം കൊടുക്കാം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഭാവിയിൽ അത് തന്നെ സംഭവിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു മെഡിക്കൽ ഇതെന്നുള്ള രീതിയിൽ ഇത് നിശ്ചിതമായ തോതുകളിലേക്ക്. മൈത്രേനെ പോലുള്ള ചില ആൾക്കാർ അക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിയന്ത്രിതമായ അളവിൽ ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഇത് നിരോധിക്കുന്നതിന് കാരണമായ US പല സ്റ്റേറ്റുകളിലും ഇത് നിരോധനം മാറ്റുകയും ഇത് പിന്നെ വളർത്താമെന്നും അല്ലാത്ത രീതിയിലും ഒക്കെ ഉള്ള രീതിയിൽ മട്ടിൽ വേണമെന്നോ മറ്റുള്ള സംഗതികളിലോ ഇതിലോ അല്ല. ചെറുപ്പം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിലും അവരവരുടെ എനർജി എന്ന് വെച്ചാൽ ഭയങ്കരമായ എനർജി ഉള്ളൊരു ഒരു കാലഘട്ടമാണ്. ഈ വയലൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള പിന്നെ ലഹരിയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസികൾ, ഇവരുടെ അക്രമാസക്ത, ഇതെല്ലാം ഇപ്പോൾ അവർ കാണുന്ന മ്യൂസിക് റാപ്പ് മ്യൂസിക് അല്ലെങ്കിൽ അതിഭയങ്കരമായ ശബ്ദകോശങ്ങൾ എന്താണ് ഈ എനർജിയെ അവർ ആ പ്രായത്തിലുള്ള അതിനെ അവർക്ക് എങ്ങനെയെങ്കിലും അതിനെ അതിൻ്റെ റെപ്രസെൻറ്റേഷനെ അവർക്ക് പിന്നെ ഇത് മാറ്റണം അഡോളസൻ്റ് ആ പീരീഡിൽ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ഓരോരോ ജീവിത പരീക്ഷണം ഇതിനെയൊന്നും നമുക്ക് വല്ലാത്ത രീതിയിലേക്ക് നിയന്ത്രിച്ചുകൊണ്ടൊന്നും പറ്റില്ല. സർക്കാരിനെ സംബന്ധിച്ചും അതെല്ലാ സർക്കാരിനും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് താരതമ്യേന പിന്നെ ദുർബലമായ അല്ലെങ്കിൽ താരതമ്യേന ഇതായിട്ടുള്ള എലിമെൻസിനെ നിയന്ത്രിതമായ രീതിയിൽ അവൈലബിൾ ആക്കുക എന്ന് പറഞ്ഞു. ഇപ്പം 23 വയസ്സിലാണ്
18 വയസ്സിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം അവിടെ. പക്ഷേ പിന്നെ 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് മദ്യം വാങ്ങിച്ച്, അപ്പോൾ ഇതെന്തോ വേറെ എന്തോ ഒരു ഭയങ്കര അതിശയകരമായ സാധനമാണെന്നുള്ള മട്ടിലേക്ക് ഇത് വരുന്നു. നിഷേധിക്കും. ഇത് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അനുഭവിക്കാനുള്ള 18 വയസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലല്ല, 18 വയസ്സ് എന്നുള്ള കണ്ടീഷനിലല്ല എല്ലാവരും പോയി വാങ്ങിക്കുന്നത്. ആരെങ്കിലും ഓരോ ദിവസവും കേരളത്തിൽ വിൽക്കുന്നതിൽ ഈ 5 വയസ്സിൻ്റെ ഗ്യാപ്പിനിടയിൽ എല്ലാവരെയും ചോദിച്ചിട്ടാണോ ഇത് കൊടുക്കുന്നത്? അല്ല. കേരളം എന്ന് വെച്ചാൽ കേരം തിങ്ങുന്ന നാടെന്ന്. നമുക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു കള്ളുഷാപ്പിൽ ചെന്നിട്ട് വളരെ സുരക്ഷിതം, ഇതിൻ്റെ അകത്ത് ഡൈസിപ്പാമോ വേറെ ഒരു തരത്തിലുള്ള കെമിക്കൽസോ അടങ്ങിയിട്ടില്ല എന്ന് 100% ഉറപ്പോടുകൂടി വാങ്ങി ഇത് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓർഗാനിക് മുദ്രയോ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന കണക്കുള്ള ഒരു സ്ക്രൂട്ടണിയോ അല്ലെങ്കിൽ അതിനുള്ളൊരു സംവിധാനമോ നിലനിൽക്കുന്നുണ്ടോ? നമ്മളൊരു കേരളത്തിൽ നിന്നൊരു കരിക്ക് വാങ്ങിച്ച് കുടിക്കണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഇതിനു വേണ്ടി മാത്രമായി കുത്തിവെച്ച് രാവിലെ 6 മണിക്ക് കൊണ്ടുവന്ന് വഴിയോരങ്ങളിലെല്ലാം നിരത്തുന്നതല്ലാതെ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ലഹരി എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അത് കഴിക്കുന്നതിൻ്റെക്കാൾ അനുപാതത്തിൽ കൂടുതൽ അപകടകരമായ വസ്തുക്കൾ ഇവിടെ വന്ന് അടിയുന്നുണ്ട്. എത്രമാത്രം ഇതുണ്ടാക്കുന്ന പച്ചക്കറികൾ വന്നടിയുന്നുണ്ട്, എന്തൊക്കെ ചേർക്കുന്നു എന്നുള്ള അപ്പം നമ്മൾ ആദ്യം സുരക്ഷിതമാവേണ്ടത് ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തിൽ കൃത്യമായ നമുക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടാണ്. ഇത് കടയിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, റോഡിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ ഹോട്ടലുകളുടെ കാര്യത്തിൽ, ഇതിലൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലാണ് നമ്മൾ സർക്കാരുകൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. അതിനോടൊപ്പം ഈ കാര്യങ്ങളും കൂടെ റെപ്രസെൻ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ, അതായത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു രാഷ്ട്രീയം ചിന്തിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് തോന്നുന്നൊരു കാര്യം, റോറോ എന്ന കഥയിലെ 2 കഥാപാത്രങ്ങൾ, ജിബിയും പിന്നെ ഞാനും ഡാർവിനും എന്നാണ് പറയുന്നത്. അപ്പം അവർ പോകുന്നതും ഒട്ടും ശരിയല്ലാത്തൊരു കാര്യത്തിനാണ്. അവർ പോകുന്നതും ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഭ്രൂണം, അതുപോലെ ഓപ്പറേഷൻ ചെയ്ത മുഴകൾ, ഇതൊക്കെ മറ്റൊരിടത്തേക്ക് കൊണ്ടു കൊടുക്കാം. ഇതൊക്കെ വളരെ നിയമപരമായി തന്നെ ഇവിടെ നടക്കുന്ന ഒന്നാണ് എന്നൊരു കാര്യം. അല്ല, അതിന് പോകുന്നതും ഇടുക്കി എന്നുള്ള ആൾക്കാരാണ്. എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ വയനാട്ടിൽ നിന്നാണെന്ന് മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. അല്ല, അതുകൊണ്ട് പ്രാദേശികമായ രീതിയിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു പോലീസുകാരൻ വഴി വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണ് പോകുന്നതെന്ന് ചോദിച്ചു ഇടുക്കി എന്നാന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയങ്ങൾ ഇന്നതിലേക്ക് പോകാനുള്ള സാധ്യതകളിലേക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇവർ മാറ്റി പറയുന്നുണ്ടാവാം. വെച്ചാൽ അങ്ങനൊരു പിന്നെ മറ്റൊന്ന്, നമ്മളുടെ ഈ പറഞ്ഞ കണക്കുള്ള ഈ മനുഷ്യഭ്രൂണങ്ങൾ, മറ്റു സാധനം, ഇതെല്ലാം ഇത് ഞാൻ റിയൽ ലൈഫിൽ നിന്ന് എൻ്റെ അടുത്ത് കഥകൾ പറഞ്ഞ ഇതിനു വേണ്ടി പോയ ആൾക്കാരുടെ നറേഷനാണത്. അത് കഥയെന്നുള്ള മട്ടിലല്ല. ഇതിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പലതരത്തിലുള്ള സൗന്ദര്യവർദ്ധക സാധനങ്ങളിലും ഇതിലും എല്ലാം ഇത് ചേർക്കുന്നുണ്ടെന്നാണ് അപ്പോൾ നമുക്കിതിൽ നിന്ന് പലപ്പോഴും മനസ്സിലാവുന്നത്. എനിക്കെൻ്റെ ശരിതെറ്റുകളെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ശരിതെറ്റുകളെ അറിയില്ല. പക്ഷേ വളരെ ഇന്നസെൻ്റായി വളരെ കൃത്യമായി നറേറ്റ് ചെയ്ത ഒരു കാര്യം. 2, ഇവരിവിടുന്ന് ഈ കഞ്ചാവിൻ്റെ ഇലകളാണ് ഈ കുംഭമേള നടക്കുന്ന സമയത്ത് അവിടോട്ട് എത്തിക്കാൻ. അത് ഓരോ സംസ്ഥാനങ്ങളിലും വരുമ്പോൾ ഓരോരോ നിയമങ്ങളാണ്. ഒരു സ്ഥലത്ത് ഇത് ഭയങ്കര വിശുദ്ധമായ സാധനമായിട്ട് ഇതിനെ കണക്ക് കൂട്ടുന്നു, പ്രത്യേകിച്ച് ഇത്തരത്തിൽ അരച്ച് ബാങ്കായി മാറ്റുന്നു. അപ്പോൾ അത് ഈ കുംഭമേള നടക്കുന്ന സമയത്തൊക്കെ വിശുദ്ധമായ സംഗതിയായി മാറുന്നു. മറ്റ് ചില സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഇത്തരത്തിലുള്ള വലിയ നിയമക്കുരുക്കുകളുടെ ഭാഗമായിട്ട് ഇത് മാറുന്നു. അപ്പോൾ ഇതിനൊന്നും ഈ മനുഷ്യൻ എന്തുവാ കൃത്യമായി ഉരുത്തിരിഞ്ഞിട്ടില്ല. നമ്മുടെ നിയമങ്ങൾ, വ്യവസ്ഥ എന്ന് പറയുന്ന സംഗതി ഉരുത്തിരിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ സമൂഹത്തിൽ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതുണ്ട്. അപ്പം അതൊന്നും ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിന് മുമ്പാണ് നമ്മളിപ്പം ചെറുപ്പക്കാരെയൊക്കെ ഭയങ്കര ലഹരി ഭയങ്കരമായി ശാസ്ത്രീയമായ പഠനമില്ലാതെ നമ്മൾ എന്നുള്ള ലഹരിയുടെ ഉപയോഗം ചെറുപ്പക്കാരുടെ കാലഘട്ടങ്ങളിൽ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നു. 70-കളിലൊക്കെ ഹിപ്പിസം എന്നൊക്കെ പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതുണ്ടായിരുന്നുണ്ട്. അവരതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ്. ചില ആൾക്കാർക്ക് പറ്റാത്ത ചില ആൾക്കാരല്ലാതെ പോകും. ഈ മദ്യാസക്തി ഉള്ളവരാണ്. സർക്കാർ വിൽക്കുന്ന മദ്യത്തിൽ കൊണ്ടുള്ള മദ്യാസക്തി പൂർവ്വം ലിവർ സിറോസിസ് വരച്ച് മരിക്കുന്നവരാണ് ലഹരി കൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ. അപ്പോൾ അത് ഈ ഓവർ ആൽക്കഹോൾ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കാം. ഇത്തരത്തിലുള്ള ചില ഞാനിത് ഉപയോഗിക്കുന്ന ആളല്ല.
ഞാൻ ഇത് ചെയ്യുന്നുള്ളത്, ഞാനത് ഇത് പറയുന്നത് വെച്ചാൽ അതല്ലാതെ വേറെ തന്നെ ന്യായീകരിച്ചെന്നുള്ള വ്യാഖ്യാനം വരരുത്. നാച്ചുറലി ലഭിക്കുന്ന പിന്നെ കഞ്ചാവ് നിങ്ങൾ എത്ര കൂടുതൽ കഴിച്ചു എന്ന് വിചാരിച്ചാലും നിങ്ങൾ ഓരോ ഇൻടോക്സിക്കേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതായി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരണ കാരണമാകുന്നില്ല എന്നാണ് ഞാൻ ഇതിൻ്റെയൊക്കെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ ഈ സംഗതികൾ എഴുതുന്ന സമയത്ത് പഠിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ വൈരുദ്ധ്യങ്ങളുണ്ട്. ഞാനത് പരസ്പര ന്യായീകരണത്തിന് പറയുന്നതല്ല, മനസ്സിലായി. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് ഈ സാധനം. അപ്പോൾ ഇതെല്ലാം വലിയ പഠന വിഷയങ്ങളും ഇതൊക്കെ ആക്കേണ്ടതും യുവാക്കൾക്ക് വേണ്ടി ഇതൊക്കെ പഠിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഇവിടുത്തുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രിതമായ വലിയ ലാബുകളും ഇവരുടെയൊക്കെ ചുമതലയാണ്. ഒരുപക്ഷെ സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ സേവനം ഇക്കാര്യത്തിൽ കൂടുതൽ പ്രയോജനം. അതെല്ലാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ പിന്നെ സ്കൂളുകളുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് മാത്രം ലഹരിക്ക് എതിരെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് മാത്രം മാറുന്ന ഒന്നല്ല ലഹരിയോടുള്ള ആസക്തി. പലപ്പോഴും ഇവിടെ പൊളിറ്റിക്കലി ലഹരിക്കെതിരെ ഒരു ദിവസത്തെ ഉപവാസമൊക്കെയാണ് അവരുടെ. അതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഉപവാസം ചെറുപ്പക്കാരെ എൻഗേജ് ആക്കുക എന്നുള്ളൊരു സാധനമാണ്. ചെറുപ്പക്കാരെ സന്തുഷ്ടരാക്കി മാറ്റുക, അവരുടേതായ രീതിയിൽ നല്ല 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 പാട്ടുകൾ, നല്ല സിനിമകൾ, ഇതൊക്കെ താരതമ്യേന കുറഞ്ഞ ലഹരിയിലേക്ക് എത്തിക്കുന്നതാണ്. അവരവരുടെ ജീവിത ലഹരി എന്ന് പറയുന്ന എലിമെൻറ്റിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾക്ക് സപ്പോർട്ട് നമ്മുടെ സിസ്റ്റം കൊടുക്കണം, നമ്മുടെ ചുറ്റുവട്ടം സമൂഹവും കൊടുക്കണം, സർക്കാരുകൾ കൊടുക്കണം, സംവിധാനങ്ങൾ കൊടുക്കണം. രക്ഷിതാക്കൾ വീടിനകത്ത് കൊടുക്കേണ്ട സ്വസ്ഥത വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒരു കുട്ടി അവൻ ഇപ്പോൾ ഡിപ്രസ്സായിരിക്കുന്ന സമയത്ത് അവനെ കൂടുതൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ബാഡ് പേരൻറ്റിങ് കേരളത്തിലെ ചെറുപ്പക്കാരിലെ ഈ ലഹരിക്കുള്ള ആസക്തിക്ക് പ്രധാന കാരണങ്ങളിലൊന്നാണ്. അപ്പം ഇങ്ങനെ എല്ലാവരും അവരവരുടേതായ രീതിയിലേക്കുള്ള ഒരു സ്പേസ് ചെറുപ്പക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെത്താൻ പോയിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന അതൊന്നും വലിയ രീതിയിൽ ഹാനിയായിട്ട് വരത്തില്ല. അവർ തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് പോയിക്കോട്ടെ. അതായത് ചില പ്രയോഗങ്ങൾ നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് തന്നെ നാലഞ്ച് ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്, വല്ലോൻ്റെയും വയറ്റിൽ കണ്ടിട്ട് നായ വളർത്തരുത് എന്നൊരു പ്രയോഗം. നേരത്തെ പറഞ്ഞ മറ്റേ കഥയിൽ പറയുന്നത് നീലച്ചൊടയൻ കഞ്ചാവിനെ പറ്റി ഇത് തിരിച്ചറിയുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് സ്പെഷ്യൽ ടിൻറ്റിട്ടൊക്കെയാണ് അത്രയും ഭാഗം ചെയ്തിരിക്കുന്നത്, ഒരു പത്രത്തിലൊക്കെ ചെയ്യും പോലെ. അതായത് കൈലിയുടുത്ത വെളുത്ത പെണ്ണിൻ്റെ കാറ്റടിച്ചു മാറുമ്പം തുടയിൽ കാണുന്ന വല്ലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരു നീല ഞരമ്പ് പോലെ ഈ കഞ്ചാവിൻ്റെ തണ്ടിൽ ഇത് പ്രത്യക്ഷപ്പെട്ടേക്കും എന്നുള്ളത്. റോറോ എന്ന കഥയിൽ ഈ പറഞ്ഞ ആ മെറ്റൽ പ്ലാറ്റ്ഫോമിൽ, അതായത് ലോറിയുടെ സാധനത്തിന് പുറത്തേക്ക് ശരീരം വെച്ചിരുന്ന് വിസർജിക്കുന്ന അതിനെ പോലും കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഒരു പാമ്പ് പോലെ തല ഉയർത്തി. അല്ല, അതൊക്കെ എന്ന് വെച്ചാൽ റിയൽ ലൈഫ് നറേഷനാണ്. അതിൽ നിന്ന് നമുക്ക് ഭാവനയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെ ചില പരിമിതികളുണ്ട്. അത് ഉണ്ടാക്കിയെടുത്താൽ തന്നെ അത് വക്രീകരിക്കപ്പെടും, ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടും. യഥാർത്ഥത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ഈ കുംഭമേള സമയത്ത് ഈ കഞ്ചാവിൻ്റെ ഇലകൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോയ 2 ചെറുപ്പക്കാരുടെ കഥ ആ ചെറുപ്പക്കാർ വന്ന് നറേറ്റ്, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി അവരുടെ നറേഷൻ സ്വീകരിച്ചപ്പോൾ ഉണ്ടായതാണ്. അവൻ്റെ ഒറിജിനാലിറ്റി നമുക്ക് അവരുടെ ഭാഷയിൽ നിന്നും ഇതിൽ നിന്നും എല്ലാം കൃത്യമായിട്ട് വ്യക്തമാവും. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പം അതിലൊന്നും കള്ളത്തരങ്ങളില്ലാത്തതുകൊണ്ടാണ് നമുക്കതിൻ്റെ ലൈഫ് തോന്നുന്നത്. മറ്റേ പൊന്മാനിലുള്ള ഡയലോഗ് അല്ലെങ്കിൽ 4 ചെറുപ്പക്കാരുടെ ഡയലോഗ് എന്തുകൊണ്ടാണ് അവിടെ പ്രയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് അയാളുടെ വ്യക്തിത്വത്തിനെ ഏറ്റവും അഗാധമായി ആക്രമിക്കുന്ന ഒരു ഡയലോഗ് ആണ് അവിടെ വേണ്ടത്. അതിൻ്റെ ഒരു ആഘാതത്തിലും തിരിച്ചു പറയാൻ പറ്റാത്തതിലുമാണ് മരിയാനോ കത്തിയെടുത്തിട്ട് ഇയാളെ കുത്തുന്നത്, ഈ പ്രധാന ക്യാരക്ടറിനെ കുത്തുന്നത്. കഥയ്ക്ക് അവിടെ ഒരു ഉൾപ്പിരിവുകളുണ്ട്. ആ ഉൾപ്പിരിവുകളിലേക്ക് എത്താനുള്ള റീസൺ അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് വേർഡ്സ് ഭയങ്കരമായിട്ട് ഏവനാണെങ്കിലും കുത്തിപ്പോവും എന്ന് ഈ കാഴ്ചക്കാരന് തോന്നിക്കുന്ന ഒരു ഡയലോഗ് അവിടെ വേണം എന്നുള്ളതുകൊണ്ടാണ് ആ ഡയലോഗ് അവിടെ യൂസ് ചെയ്തത്. ഈ സാധാരണ മനുഷ്യർ ഈ പറഞ്ഞ നറേഷനിൽ കിട്ടുന്ന സംഗതികളെ ധൈര്യപൂർവ്വം എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. മറ്റൊന്ന്, ഈ യാത്രകൾ
മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും ധാരാളം യാത്ര ചെയ്തിട്ടുണ്ടാവാം. ഈ പറഞ്ഞ റോറോ എക്സ്പ്രസ് പോകുന്ന വഴികൾ, കൊങ്കൺ, പിന്നെ അതിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന തുരങ്കങ്ങൾ, ഇത്ര കിലോമീറ്റർ അതിനകത്ത് ഗേജ് വെച്ചിട്ട് അളന്നിട്ട് മീറ്റർ താഴേക്ക് വയ്ക്കുന്ന അതിൻ്റെ ഉയരപരിധി, ഇത്തരം കാര്യങ്ങൾ, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ എങ്ങനെയാണ് യാത്രകൾ ധാരാളമായി ചെയ്യുകയാണ്? അല്ല, ഞാനങ്ങനെ വിനോദയാത്രകൾ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഈ ഫിക്ഷൻ തേടി അല്ലെങ്കിൽ കണ്ടന്റ് തേടിയുള്ള യാത്രകളാണ്. ഇപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ റോറോ എക്സ്പ്രസ് അല്ലെങ്കിൽ നമ്മൾ കൊങ്കൺ റെയിൽ വഴി, റോറോ എക്സ്പ്രസ് എന്ന് പറയുന്നത് പിന്നെ വലിയ തീവണ്ടിയാണ്. എന്ന് വെച്ചാൽ ഈ വാഗൺ ഇല്ലാത്ത തീവണ്ടിയാണ്. അതിനകത്ത് ലോറികൾ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നേരെ മംഗലാപുരത്ത് നിന്ന് മംഗലാപുരത്ത് നിന്ന് ബോംബെ വരെ എത്തിക്കാം. അപ്പോൾ അതിൽ അപ്പോൾ അതിന് വണ്ടിയുടെ വേറെ ടയർ കുറയും. പിന്നെ ഈ പറഞ്ഞ കണക്കുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നിയമങ്ങളുടെ വ്യത്യാസങ്ങൾ മാറും, കുറയും ഒക്കെ ചെയ്യുമെന്നൊക്കെ ഉള്ള പല വ്യത്യാസങ്ങളുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് ആ പയ്യൻ്റെ നറേഷൻ നമ്മൾ കേട്ടു, അത് ഒറിജിനലാണെന്ന് നമുക്ക് മനസ്സിലാക്കി ചെയ്യും. പക്ഷേ നമുക്കതിലൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നമുക്കുണ്ടാവണമല്ലോ. അപ്പോഴാണ് നമ്മൾ ഈ ഇതിൽ പോയി യാത്ര ചെയ്ത് നോക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും എത്ര അകലത്തിലാണ് ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ഇതുണ്ട്. അപ്പോൾ അവിടെ കഥയുടെ ഓരോ നറേഷനിലും വെച്ച് എവിടെ വെച്ചാണ് ഈ കഥ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളൊരു ധാരണ എഴുതുന്ന ആളെ സംബന്ധിച്ച് വേണം. അപ്പോൾ ഈ കണ്ടന്റ് എൻറിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമമുണ്ട്. എൻറിച്ച് ചെയ്യാനായിട്ട് ചിലവുള്ളതുമാണ്, വലിയ ചിലവുള്ളതുമാണ്. അത് പല കാരണങ്ങളിൽ. ഇപ്പം ചിലവ് മാത്രമല്ല, അതിനകത്തൊരു എലിമെൻ്റ് ഓഫ് ഒരു സാഹസികതയുടെ അംശവും പല സമയങ്ങളിലും എത്തും. ഇപ്പോൾ നമ്മളിപ്പോൾ വിലായത് ബുദ്ധ എന്ന് പറഞ്ഞൊരു നോവൽ എഴുതുന്ന സമയത്ത് നമ്മൾ അന്ന് ഈ ചന്ദനം വെട്ടാൻ ഉള്ള ചെറുപ്പക്കാരൊപ്പം നമ്മൾ സഞ്ചരിച്ചു. അത്രത്തോളം പോകണോ വേണ്ടേ എന്നുള്ളത് വേറെ. പക്ഷേ നമ്മൾ എങ്കിൽ ഒരല്പവും കൂടെ ഒരു ലൈഫ് നമ്മുടെ റൈറ്റിങ്ങിൽ കിട്ടുമല്ലോ എന്നുള്ള ഒരു ഇത് വെച്ചാണ് നമ്മുടെ പ്രതിഭ അതിന് തക്ക വിധത്തിലുണ്ടോ. അപ്പം അതിന് ഞാൻ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ, ആ നറേഷൻ ഇങ്ങനെ കൂടെ നടന്ന് നമ്മൾ സഞ്ചരിച്ച് അവരോടൊപ്പം ഇത് നറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നറേറ്റീവിൻ്റെ സ്ട്രെങ്തിന് കുറച്ചും കൂടെ റീഇൻഫേഴ്സ് ചെയ്യാൻ, അതിനെ ഒന്നും കൂടെ ശക്തിപ്പെടുത്താനായിട്ട് കഴിയുമല്ലോ എന്നുള്ള തോന്നൽ, ആഗ്രഹം, അതിൻ്റെയൊക്കെ പുറത്തുള്ള സഞ്ചാരമാണ്. അല്ലാതെ വിനോദസഞ്ചാരങ്ങളല്ല. വിനോദം അതിൻ്റെ അകത്ത് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മളൊരു ജോലിയുടെ പുറകെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത്ര ഒന്നതിൻ്റെ എഫേർട്ട്, രണ്ടതിൻ്റെ ചിലവ്. അപ്പം ഈ പറഞ്ഞതുപോലെ ഈ കഥാപാത്രങ്ങളാകേണ്ടുന്ന മനുഷ്യർക്കൊപ്പം നടന്ന് അവരുടെ ഭാഷ എടുക്കൽ, കുറിപ്പെടുക്കൽ, എങ്ങനെയാണ് കുറിപ്പുകളൊക്കെ എടുക്കുക? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് വളരെ സുദീർഘമായ ഇതാണ്. പിന്നെ നമ്മൾ ദീർഘമായ ഒരു പഠനത്തിന് മേലെയാണ് സാമാന്യ രീതിയിൽ പോകുന്നത്. ചിലപ്പം നെറ്റിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലേഖനങ്ങൾ, ഇപ്പം പത്രപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ പഴയ പത്ര കട്ടിങ്സ് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഒന്ന് എൻറിച്ച് ചെയ്ത് ഈ വിഷയത്തിൽ നമുക്ക് തക്ക ഗ്രാഹ്യം വരുത്തിയതിന് ശേഷം, പക്ഷേ അത് വെച്ചിട്ട് കാര്യമില്ല. അത് അതൊരു ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ളൊരു ഇത് മാത്രമേ നമുക്കാവത്തുള്ളൂ. അത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നോളജിലേക്ക് നമുക്ക് എഴുതാൻ തക്ക വിധത്തിൽ സജ്ജമാവണമെങ്കിൽ, നമുക്കതിനൊരു 3 ഡയമെൻഷണൽ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ആ പ്രതലത്തിൽ, ആ പ്രദേശത്ത് പോയി അത്തരം കഥാപാത്രങ്ങൾ കണ്ട് ഉൾക്കൊണ്ടാൽ മാത്രമേ ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ ടെക്സ്റ്റിൻ്റെ മേലേക്ക് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യുക. നമ്മൾ മറ്റേതൊരു പടം വരച്ചു വെച്ചിരിക്കുന്ന തിയറി മാത്രമാണ്. അതിന് നാസിക്കിലെ ഗജാനൻ പമ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പമ്പുണ്ടോ? ഉണ്ടാവും. അല്ല, പമ്പിൻ്റെ പേര് വ്യത്യാസമായിരിക്കാം. പക്ഷേ ആ പ്രദേശങ്ങളിലെ പമ്പ് പോയി അല്ലെങ്കിൽ അത്തരത്തിൽ പോയി കണ്ടിട്ടാവും പിന്നെ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്നു. എല്ലാം അതിന് വേണ്ട, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എഴുത്തിൻ്റെ ക്രമം അങ്ങനെയാണ്. ഞാൻ എൻ്റെ എല്ലാം ഭാവന കൊണ്ട് തിടം പിടിപ്പിക്കാമെന്ന് കരുതുന്ന തരത്തിലുള്ള ഒരു റൈറ്ററല്ല. ഇതെൻ്റെ പാഷൻ എന്ന് പറയുന്നത് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത്. ഈ പിങ്ക് പോലീസ് എന്ന് പറയുന്ന കഥ ഞാൻ ഈ ചർച്ച ചെയ്ത് വിടുകയാണ്. കാര്യം എനിക്കതൊരു ഭാവന മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയത്. അറിയില്ല ശരിയാണോ എന്ന്. അതൊരിക്കലും ഭാവനയല്ല. അതെൻ്റെ ആദ്യം പറയുന്നുണ്ട്. ഞാനങ്ങനെ ഭാവനയുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ട് കൃതികൾ ഉണ്ടാക്കുന്ന ഒരാളല്ല. ഒന്ന് റിയൽ ടെക്സ്റ്റിൻ്റെ മേളിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത് 90s ഒക്കെ തുടക്കത്തിൽ, 90s എൻഡിൽ ഇവിടെ ആദ്യം തിരുവനന്തപുരത്തൊരു ലൈംഗിക തൊഴിലാളികളുടെ സമ്മേളനം നടക്കുന്നുണ്ട്. അന്ന് ഒരു ലേഡി ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഡി പറഞ്ഞ നറേഷനാണ് ഞാനന്ന്
റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിലെ പത്രപ്രവർത്തന ബന്ധിയായ താല്പര്യത്തിലോ ആ പരിപാടി അറ്റൻഡ് ചെയ്തു. AK സെൻറ്ററിൻ്റെ താഴെയുള്ളൊരു ഹാളിൽ വെച്ചായിരുന്നു. അവിടെ വെച്ച് ഒരു ലേഡിയുടെ നറേറ്റീവാണ്. ആ നറേറ്റീവിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്റ്റോറിയാണിത്. അപ്പോൾ അത് ഒന്നും അങ്ങനെ തീർത്തും ഭാവനയല്ല. അതുകൊണ്ടാണ് നമ്മുടെ കാലത്തുള്ളൊരു ലൈഫും ഒക്കെ ആയിട്ട് അതിനൊരു ചേർച്ച. അല്ല, ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാര്യം, അവിടെ ആ 2 വനിതാ പോലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു തോന്നൽ എനിക്ക് വന്നു എന്നുള്ളതുകൊണ്ടാണ്. അല്ല, അതൊക്കെ ഭാവനയാണ്. അത് ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഒരു ബേസിക് അങ്ങനെയാണെങ്കിൽ കരിമ്പുലി എന്ന് പറയുന്ന കഥയിലേക്ക് പോയി. എനിക്ക് അതാണ് കുറച്ചും കൂടെ സംസാരിക്കണമെന്ന് തോന്നിയ ഒന്ന് ഉദ്യോഗസ്ഥർ വേട്ടയാടപ്പെട്ട ഒരു കരിമ്പുലി അല്ലെങ്കിൽ കാട്ടിലേക്ക് തിരിച്ച് അയക്കേണ്ടുന്ന ഒരു കരിമ്പുലിയെ അതിനുവേണ്ടി കൊണ്ടുപോകുന്ന വഴിക്ക് സംഭവിക്കുന്ന കാര്യമാണ്. കരിമ്പുലിയെ സംബന്ധിച്ച് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു എല്ലാ കഥയും നമ്മൾ അങ്ങനെ ഇതല്ല. നമ്മൾ കരിമ്പുലിയെ സംബന്ധിച്ച് അത് ഒരു ഭാവന ആയിരുന്നു എൻ്റെ സെൻട്രൽ ത്രെഡ്. കാരണം എന്ന് വെച്ചാൽ അതെൻ്റെ അടുത്ത് നമ്മുടെ നെയ്മർ കാതൽ ഒക്കെ എഴുതിയ എൻ്റെ സുഹൃത്തായ പോൾസൺ എൻ്റെ അടുത്ത് സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പറയുകയാണ്. ഇങ്ങനെ നമ്മൾ 2-3 പേര്, ഒരു 3-4 പേര് ചേർന്ന് ഒരു വേട്ടയാടാൻ പോയി. ഒരു വേട്ടമൃഗത്തെ കിട്ടി. അപ്പോൾ ഒരാളതിൽ പറയണോ ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയണം. അതിനെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്നെനിക്ക് അതിലെന്തോ ഒരു റവർബറേഷൻ എനിക്ക് തോന്നി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായ കഥയുടെ ഒരു സാധ്യതയാണ് എനിക്കതിന് മനസ്സിലായത്. അങ്ങനെയാണ് പിന്നെ ഞാൻ പോൾസൻ്റെ അനുഭവത്തോടുകൂടി അത് നറേറ്റ് ചെയ്ത് ഒരു കഥയാക്കി മാറ്റുന്നത്. അതിപ്പം ഞാനും പോൾസനും കൂടെ ചേർന്ന് തന്നെ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അത് സിനിമ സാധ്യത കൊണ്ട് ഏകദേശം അതിൻ്റെ പ്രൊഡക്ഷനും ഇതൊക്കെ ആയി. എന്നത്തേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള എല്ലാ മറ്റു കാര്യങ്ങളൊക്കെ വരണം എന്നുള്ളതേ ഉള്ളൂ. അത് വിലായത്ത് ബുദ്ധ സിനിമയാവുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ? വിലായത്ത് ബുദ്ധ കഴിഞ്ഞല്ലോ. അതിൻ്റെ ഷൂട്ട് വളരെ ഇടയ്ക്ക് അദ്ദേഹത്തിന് അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ശ്രീ പൃഥ്വിരാജിനൊരു ആക്സിഡൻറ്റ് പറ്റിയ തുടർന്ന് ഇടയ്ക്ക് ഗ്യാപ്പ് വന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം സിനിമയുടെ ഡേറ്റ് വേ ക്ലാഷ് വന്നു. അതിനുശേഷം വളരെ നല്ല രീതിയിൽ അത് പിന്നെ ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കി. വളരെ വലിയ കാന്താരയുടെയൊക്കെ ഫോട്ടോഗ്രാഫറാണ് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് രണദിവ എന്ന് പറഞ്ഞ വേറെ വലിയ ക്യാമറാമാൻ, അദ്ദേഹം അത് പൂർത്തിയാക്കി. പിന്നെ അയ്യപ്പനും കോശിയും ചെയ്യാനായിട്ട് കൂടെ ഉണ്ടായിരുന്ന പിന്നെ ജയൻ നമ്പ്യാരാണ് അതിൻ്റെ പിന്നെ സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹം ടെക്നിക്കലായിട്ട് വളരെ ശക്തിയുള്ള ഒരു ആളാണ് ഈ ടെക്നിക്കൽ സൈഡിൻ്റെ അകത്തുള്ളത്. തൊണ്ടി മുതലൊക്കെ ചെയ്ത സന്ദീപ് സേനൻ്റെ പ്രൊഡക്ഷനാണത്. അങ്ങനെ വളരെ ഒരു വലിയ സിനിമയായിട്ടാണത് അത് കൺസീവ് ചെയ്ത് അതിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ മറ്റ് ജോലികൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്കൊക്കെ നീങ്ങാനുള്ള ഒരു ചെറിയ ഇടവേള. അത്രമാത്രം ടയേർഡായി. പുസ്തകങ്ങളും ഇതിനിടയിൽ പുതിയ പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു നോവൽ എഴുതി വരുന്നുണ്ട്, പുതിയ പുസ്തകങ്ങൾ വരുന്നുണ്ട്, പിന്നെ കഥാസമാഹാരങ്ങൾ വരുന്നുണ്ട്. ഈ മാധ്യമ പ്രവർത്തനം ഈ കഥകൾ രൂപപ്പെടുത്തുന്നതിൽ എത്രത്തോളം സഹായിച്ചത്? ഇതൊരു പക്ഷേ പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരിക്കാം. അല്ല, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു പ്രധാന വാചകങ്ങൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഇൻട്രോ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അല്ലെങ്കിൽ ആദ്യത്തെ ലയൻ ഇൻട്രോ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 2-3 വാചകങ്ങൾ എഴുതുമ്പോഴത്തേക്ക് അതെന്ന് വെച്ചാൽ ഏറ്റവും ശക്തിമത്തായി വായനക്കാരനെ ഇതിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായിരിക്കണം. വൈകാരികമായി അതിനെ ഈ റീഡറെ അടുപ്പിക്കുന്നൊരു എലിമെൻ്റ് ആയിരിക്കണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് പിന്നീട് വായനയിലെ പുസ്തകം എഴുതുമ്പോഴുള്ള കഥ എഴുതുമ്പോൾ വായനയിലുള്ള ഇതൊക്കെ വരാം. പിന്നെ രണ്ടൊന്ന്, നമ്മളൊരു വിഷയത്തിന് വേണ്ടിയുള്ള പഠനത്തിനൊക്കെ എവിടെ സ്പർശിച്ചാൽ അതിൻ്റെ യഥാർത്ഥ ലൈഫ് കിട്ടും എന്നൊക്കെ ഉള്ള നമുക്കൊരു ശീലമുണ്ട്. ഈ പിന്നെ സോഴ്സുകൾ എങ്ങനെയൊക്കെ ഉള്ള കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞൊരു ശീലമുണ്ട്. അതിനൊക്കെ സഹായിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരും അവരുടെ ഒരു കൃത്യമായ ഒരു ഐക്യുവിൽ തുടർന്ന് പിന്നെ ഇതിൻ്റെ മേലുള്ള പ്രവർത്തനത്തിൽ നിന്നാണ് ചെറിയ വ്യത്യാസം വരുന്നത്. ഓഫ് കോഴ്സ് വലിയ പ്രതിഭാശാലികൾക്കൊക്കെ വലിയ ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ലായിരിക്കാം. പക്ഷെ അല്ലെങ്കിൽ ഒരു സാമാന്യമായി ഒരുമാതിരിപ്പെട്ട എഴുത്തുകാരെല്ലാം അവർ നല്ല രീതിയിൽ അവരതിനെ വായിപ്പിക്കുകയും നല്ല കൃതികളുണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ആർട്ടിന് പുറകെ നടക്കുന്ന വലിയ യാതനകളുണ്ട്. ആർട്ടിൻ്റെ അല്ലെങ്കിൽ ആ കണ്ടൻറ്റിൻ്റെ പിന്നാലെ
സഞ്ചരിച്ച് അതിനെ തിടം പിടിപ്പിക്കുകയും അതിൻ്റെ ഭയങ്കര ലൈഫുണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അതിനെ ഉരച്ചൊരച്ചൊരച്ചെടുത്ത് വായനക്കാരിലേക്കും പ്രേക്ഷകരിലേക്കും ഒക്കെ എത്തിക്കുന്ന വലിയ പ്രോസസ്സ് അതിൻ്റെ പുറകെ ഉണ്ട്. അതിൽ ആദ്യഘട്ടങ്ങളിലെല്ലാം എഴുത്തുകാരൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതൊരു പുസ്തകമാകുന്ന കണ്ടീഷൻ വരെ. ഈ കാഥികൻ്റെ പടിപ്പുരയാണെന്നാണ് എൻ്റെ ഓർമ്മ. MD പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ഒരു പുസ്തകം പുറത്തിറങ്ങുന്നതിൻ്റെ അതിൽ ലാത്തിച്ചാർജൊന്നും ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല. സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്ത് പലയിടത്തും ലാത്തിച്ചാർജും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എഴുത്തുകൊണ്ട് ഉപജീവനം നയിക്കുന്ന ആൾക്കാരും ഈ ലോകത്ത് വളരെ കുറവാണ് എന്ന്. ഈ മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും എഴുത്തിലേക്ക് ഒക്കെ മാറുമ്പോൾ ഇപ്പോൾ നമുക്ക് എഴുത്തുകൊണ്ട് മാത്രം ഉപജീവനം നയിക്കാം എന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടാണോ? അല്ല, ഇല്ല, ഞാൻ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഇതുകൊണ്ട് ജീവിക്കാം എന്നുള്ളൊരു ഭയങ്കരമായ കോൺഫിഡൻസ് ഒന്നും എനിക്ക് ഇല്ല. ഇത് വളരെ വളരെ ചെറിയ ഒരു വിപണിയുള്ള ഒരു ഒരു വർഷം ഒരു 30-35 അല്ലെങ്കിൽ കോടി രൂപ മാത്രം, ഏറ്റവും നല്ല കാലത്തൊക്കെ ആണെങ്കിൽ ഒരു 50 വരെ പോവാം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വിപണി മാത്രമുള്ള ഒരു സംഗതിയാണ് കേരളത്തിലെ പുസ്തക വിപണി. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇത് വലുതാണ് എങ്കിൽ പോലും. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു റവന്യൂ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു സാമാന്യനെ, എൻ്റെ പുസ്തകങ്ങളൊക്കെ അത്യാവശ്യം വിറ്റ് പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് സാമാന്യനെ പോകാമെന്നുള്ളതല്ലാതെ കൊല്ലപ്പാട്ടിത്തായ DC തിരുവനന്തപുരത്തില്ല. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിലല്ലാതെ നമുക്ക് അതിനെ വെച്ചിട്ട് ഭയങ്കരമായൊരു ഒരു മധ്യവർത്തി ജീവിതം എല്ലാ സുരക്ഷിതങ്ങളും നൽകുന്ന തരത്തിലേക്ക് ഒന്നും കേരളത്തിൽ അങ്ങനെ റൈറ്റിംഗ് കൊണ്ട് ജീവിക്കാമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് നല്ല റീഡേഴ്സിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റ് തരത്തിലുള്ള ഇതുപോലുള്ള എഴുത്തുകൾ സിനിമയാകുമ്പോഴോ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ വെച്ചിട്ട് സർവൈവ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. OTTയിലേക്ക് വന്നിരിക്കുകയാണ് പൊന്മാൻ. നന്നായിട്ട് ഓടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4 ഭാഷകളിൽ ഇതിൻ്റെ ഒരു ആകത്തുക, അതായത് എല്ലാത്തിൽ നിന്നും തിയേറ്ററുകളിൽ നിന്നൊക്കെ പിൻവലിക്കപ്പെട്ട് ഒരു സിനിമ വീണ്ടും ബാക്കിലേക്ക് പോകുമല്ലോ. അപ്പം എത്രത്തോളമാണ് നമ്മൾ മൊത്തത്തിൽ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എൻ്റെ ഒരു ഇൻഡസ്ട്രി എത്രത്തോളം വലുതായിരുന്നു ഇതുവരെ കണക്കൂട്ടുമ്പോൾ? ഇൻഡസ്ട്രി ഏതാണ് പൊന്മാൻ്റെ മാർക്കറ്റ്? പൊന്മാൻ്റെ കാര്യത്തിൽ പൊന്മാൻ OTTയിലുണ്ട്. അതെ, പൊന്മാനെ സംബന്ധിച്ച് പൊന്മാൻ ഒരു സക്സസ്ഫുള്ളായ പടമാണെന്ന് വെച്ചാൽ തിയേറ്ററിൽ നിന്നും അതിൻ്റെ OTT റൈറ്റ്സ് വിൽക്കുന്നതിൽ നിന്നും വളരെ ഒരു ഭയങ്കരമായ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ റിവ്യൂ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് അതിൻ്റെ കിട്ടിയതും അതിന് കിട്ടിയ റിസപ്ഷൻ, തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയ റിസപ്ഷനും വളരെ വലുതായിരുന്നു. തിരുവനന്തപുരം, കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ഷോ ആണെങ്കിൽ പോലും 50 ദിവസം കൊണ്ടുവന്ന് എത്തിക്കാനായി കഴിഞ്ഞ സിനിമയാണ്. അപ്പോൾ ആ നിലയ്ക്ക് 10 കോടി രൂപയ്ക്ക് മേലെ, പിന്നെ അതിൻ്റെ എക്സാക്റ്റ് അറിയത്തില്ല, ഏറ്റവും ചുരുങ്ങിയത് 10 കോടിക്ക് മേലെ ഒരു വരുമാനം വളരെ റിയലിസ്റ്റിക്കായ ഒരു ഒറിജിനൽ ചിത്രത്തിന് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പ്രേക്ഷകരിലെ നമുക്ക് നല്ല കാഴ്ച കാണുന്ന പ്രേക്ഷകരിൽ നിന്ന് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്നത് മൊത്തം അല്ലാതെയും അത് ഇൻഡസ്ട്രിക്ക് അത് വലിയ പ്രതീക്ഷ നൽകിയ ഒരു വിജയമായിരുന്നു പൊന്മാൻ്റെ എന്നാണ് കോമൺ ഇത് കണക്കുള്ള സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ അത് പിന്നീട് OTT വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്ഷനിൽ നിന്നുള്ള ആൾക്കാർ എനിക്ക് അയച്ചു തന്നു വെച്ചാൽ 4 സ്ഥലങ്ങളിലും 4 ദക്ഷിണേന്ത്യൻ ഭാഷകളിലും അത് 1ാം സ്ഥാനത്ത് നിൽക്കുന്നു, ടോപ്പ് 10ൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചയുടെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ നല്ല ഇതാണ്. കാര്യം നമ്മളതിൻ്റെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി നിന്ന ഒരു ടീമാണല്ലോ. അതിൻ്റെ ഫ്രഷ്നെസ് ഉണ്ടാവണം, അതിൻ്റെ ലൈഫ് ഉണ്ടാവണം, അതിൻ്റെ ഒരു ആംബിയൻസ് പ്രതലമല്ല ഒറിജിനലായിരിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയാലെ നിന്ന എന്നുള്ള നിലയിൽ ഇത് വളരെ പ്രോത്സാഹനകരമായ കാര്യമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും നേരം സി മലയാളം ന്യൂസിനൊപ്പം ചെലവഴിച്ചതിന് നന്ദി. തുടർന്നും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, നല്ല പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ, നല്ല വായനക്കാരും ഉണ്ടാകട്ടെ. അത് വലിയ ധാരാളം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.